എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ വലിയ രീതിയിലുള്ള സംഘർഷ സാധ്യത ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കളിക്കളത്തിലും തീപാറുന്ന ഒരു ദിവസമാണ്. നമ്മൾ ഇന്നലെ ആദ്യ സെമി ഫൈനൽ കണ്ടു. ഇന്ന് രണ്ടാം സെമി ഫൈനലിൽ അർജന്റീനയും ഇംഗ്ലണ്ടും ഇറങ്ങാനിരിക്കുകയാണ്. അപ്പോൾ പശ്ചിമേഷ്യയിലും ഒപ്പം തന്നെ കളിക്കളത്തിലുമൊക്കെ തീപാറുന്ന യുദ്ധം നടക്കുന്ന ഒരു മണിക്കൂറാണ്. നമുക്ക് അതുൾപ്പെടെ എല്ലാ വിശദാംശങ്ങളിലേക്കും കടക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പശ്ചിമേഷ്യ കലുഷിതമായി തന്നെ തുടരുകയാണ്. തുടർച്ചയായ നാലാം ദിവസവും നാലാമത് രാത്രിയും ഇറാനിൽ അമേരിക്കയുടെ ശക്തമായ ആക്രമണമുണ്ടായി എന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. തിരിച്ച് ഗൾഫ് മേഖല ലക്ഷ്യമാക്കി ഇറാന്റെ പ്രത്യാക്രമണവും നടന്നു. ഇപ്പോൾ ആക്രമണത്തിൽ നിന്ന് ചർച്ചയിലേക്ക് ഇറാനെ എത്തിക്കാൻ സമ്മർദ്ദം തുടരുകയാണ് ട്രംപ്. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന എല്ലാ ചരക്ക് കപ്പലുകൾക്കും 20% ഫീസ് ഏർപ്പെടുത്തുമെന്ന നേരത്തെ പ്രഖ്യാപനത്തിൽ നിന്ന് ട്രംപ് പിന്മാറിയിരിക്കുന്നു. ഇറാൻ വീണ്ടും ചർച്ചകളിലേക്ക് മടങ്ങിയില്ല എങ്കിൽ അടുത്തയാഴ്ച രാജ്യത്തെ പാലങ്ങളും വൈദ്യുത നിലയങ്ങളും ആക്രമിക്കുമെന്ന ഭീഷണിയും ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ചർച്ചയ്ക്ക് ഇറാനെ ടേബിളിന് മുന്നിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ട്രംപ് ലക്ഷ്യമിടുന്നത്. അതിനുള്ള സമ്മർദ്ദമാണ് ട്രംപ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് പശ്ചിമേഷ്യയിൽ നടക്കുന്നതെന്ന് നോക്കിയാൽ ഹോർമുസിൽ അയഞ്ഞും ഇറാന്റെ കാര്യത്തിൽ കടുപ്പിച്ചുമായിരുന്നു ട്രംപിന്റെ പ്രതികരണം വന്നത്. ചർച്ചയിലേക്ക് ഇറാൻ എത്തണം എന്നതാണ് അന്ത്യശാസനം. ഇറാൻ വീണ്ടും ചർച്ചകളിലേക്ക് മടങ്ങിയില്ല എങ്കിൽ അടുത്തയാഴ്ച രാജ്യത്തെ പാലങ്ങളും വൈദ്യുത നിലയങ്ങളും ആക്രമിക്കും എന്നതാണ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് സൂചിപ്പിക്കുന്നത്. അതൊരു ഭീഷണിയുടെ സ്വരത്തിലാണ് ട്രംപ് പറയുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ തുടർച്ചയായി നാലാം ദിവസവും ആക്രമണങ്ങളും തിരിച്ചടികളും തുടരുന്ന സാഹചര്യത്തിലായിരുന്നു ട്രംപിന്റെ ഈ പ്രസ്താവന. അടുത്തയാഴ്ച ഇറാന് കാര്യങ്ങൾ വളരെ മോശമാകുമെന്ന് ട്രംപ് പറയുന്നു. അവർ ചർച്ചാ മേശയിലേക്ക് വരാത്ത പക്ഷം അവരുടെ എല്ലാ വൈദ്യുത നിലയങ്ങളും എല്ലാ പാലങ്ങളും ഞങ്ങൾ തകർക്കുമെന്ന് ട്രംപ് പറയുന്നത് സാധാരണക്കാർക്ക് നേരെ കൂടി ആക്രമണങ്ങൾ ഉണ്ടാകും എന്നതിന്റെ സൂചനയാണ്. ഇക്കാര്യം അമേരിക്കയുടെ സമാധാന ചർച്ചയിലെ പ്രതിനിധികൾ ഇറാൻ പ്രതിനിധികളെ അറിയിച്ചിട്ടുണ്ട് എന്നതും ട്രംപ് സൂചിപ്പിക്കുകയാണ്. ഉടൻ ഒരു ധാരണയിലെത്തുക, അല്ലെങ്കിൽ ഒന്നും ബാക്കി ഉണ്ടാകില്ല എന്നതാണ് ട്രംപിന്റെ ഭീഷണി. ഏപ്രിലിലും ട്രംപ് ഇറാനിലെ പാലങ്ങൾ, വൈദ്യുത നിലയങ്ങൾ തുടങ്ങിയ സാധാരണ ജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. അന്താരാഷ്ട്ര നിയമപ്രകാരം നമുക്കറിയാം, സാധാരണ ജനങ്ങളെയോ സാധാരണ ജനങ്ങളുടെ സൗകര്യങ്ങളുടെയോ അതായത് അടിസ്ഥാന സൗകര്യങ്ങളെയോ മനഃപൂർവ്വം ആക്രമിക്കുന്നത് യുദ്ധ കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ 1949 ജനീവ കൺവെൻഷൻ പ്രകാരം സാധാരണ ജനങ്ങളുടെ ജീവിതത്തിന് അനിവാര്യമായ സൗകര്യങ്ങൾ ആക്രമിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് യുദ്ധസമയത്ത് പോലും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലും പരസ്യമായി ട്രംപ് വെല്ലുവിളി ഉയർത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതാദ്യമല്ല ഈ പശ്ചിമേഷ്യൻ യുദ്ധ സമയത്ത് ട്രംപ് ഇത്തരമൊരു ഭീഷണി മുഴക്കുന്നത്. ഏപ്രിൽ മാസത്തിലും ട്രംപ് ഇതേ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അപ്പോൾ ചർച്ചയിലേക്ക് ഇറാനെ കൊണ്ടുവരാനുള്ള ഒരു വലിയ സമ്മർദ്ദം എന്ന നിലയിലാണ് ട്രംപ് ഇപ്പോൾ ഈ ഭീഷണി ഉയർത്തുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഇറാനിയൻ കപ്പലുകളുടെ സഞ്ചാരത്തിന് പൂർണ്ണ ഉപരോധം ഏർപ്പെടുത്തുമെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത്. ഇറാനിയൻ തുറമുഖങ്ങളിലേക്കോ അവിടെ നിന്നോ ഉള്ള കപ്പലുകൾക്കും ഇറാനിയൻ ചരക്കുകൾ വഹിക്കുന്ന കപ്പലുകൾക്കും ഈ വിലക്ക് ബാധകമായിരിക്കുമെന്ന് ട്രംപ് ആവർത്തിക്കുകയാണ്. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്കുള്ള കപ്പൽ ഗതാഗതത്തിനായി ഹോർമുസ് പാത തുറന്നു നൽകുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് തന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ വ്യക്തമാക്കി. ഇവിടെ ഹോർമുസുമായി ബന്ധപ്പെട്ട് ഇറാനെതിരായ നടപടി കടുപ്പിക്കും എന്നതിന്റെ സൂചനയാണ് ട്രംപ് നൽകുന്നത്. അതേസമയം തന്നെ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന ചരക്കുകൾക്ക് ടോൾ ഈടാക്കാനുള്ള തീരുമാനം അമേരിക്ക പിൻവലിക്കുകയും ചെയ്തിരിക്കുകയാണ്. സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷ അമേരിക്ക ഏറ്റെടുക്കുമെന്നും പകരമായി അതുവഴി കടന്നു പോകുന്ന ചരക്ക് കപ്പലുകളിൽ നിന്ന് 20% ടോൾ ഈടാക്കുമെന്നുമായിരുന്നു ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചത്. ഗൾഫ് രാജ്യങ്ങളിലെ നേതാക്കളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഇപ്പോൾ ട്രംപിന്റെ പിന്മാറ്റം. ഒരുപക്ഷെ അത് ഗൾഫ് നേതാക്കളുടെ സമ്മർദ്ദം അല്ലെങ്കിൽ ഗൾഫ് രാഷ്ട്രങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ട്രംപ് പിന്മാറുന്നു എന്ന് തന്നെ നമുക്ക് കാണാം. ഗൾഫ് നേതാക്കളുമായി നടത്തിയ ഫലപ്രദമായ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ അമേരിക്കയുടെ 20% റീഇംബേഴ്സ്മെന്റ് ഫീസിന് പകരം വിവിധ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയിൽ വ്യാപാര നിക്ഷേപ കരാറുകൾ കൊണ്ടുവരാൻ തീരുമാനിച്ചു എന്നതാണ് ട്രംപ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് 20% ടോൾ എന്നതിൽ നിന്ന് പിന്മാറുന്നു എന്നതാണ് ട്രംപ് സൂചിപ്പിക്കുന്നത്.
നിക്ഷേപങ്ങൾ വളരെ വലുതായിരിക്കും എന്ന ഒരു പ്രതീക്ഷ കൂടി ട്രംപ് നൽകുന്നുണ്ട്. ഇത് ഗൾഫ് രാജ്യങ്ങൾക്കും അസാധാരണമായ വിധം നല്ലത് സംഭവിപ്പിക്കും അല്ലെങ്കിൽ നല്ലത് വരുത്തുമെന്നാണ് ട്രംപ് പറയുന്നത്. ഇറാന്റെ ക്രൂരവും അക്രമാസക്തവുമായ ഭരണകൂടം രാജ്യത്തെ പൂർണ്ണ നാശത്തിലേക്കാണ് ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ട്രംപ് കുറ്റപ്പെടുത്തുന്നു. ഇറാൻ ഇനി ഒരിക്കലും ഒരു ആണവായുധവും കൈവശം വെക്കില്ല എന്നും ട്രംപ് ആവർത്തിച്ച് പറയുകയാണ്. അപ്പോൾ ആ നിലപാടിലൊന്നും ഒരു മാറ്റവുമില്ല എന്നതിന്റെ സൂചനകളാണ് ട്രംപ് നൽകുന്നത്. ഒപ്പം ചർച്ചയ്ക്ക് തയ്യാറാകാൻ ഇറാന് അന്ത്യശാസനം നൽകുകയാണ് ട്രംപ് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള നിരവധി ഇറാനിയൻ സൈനിക ലക്ഷ്യങ്ങൾ ആക്രമിച്ചതായി വ്യക്തമാക്കിയിരുന്നു. വ്യാപാര കപ്പലുകൾക്കും സാധാരണ നാവികർക്കുമുള്ള ഇറാന്റെ ഭീഷണി കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യമെന്നാണ് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നത്. തെക്ക് കിഴക്കൻ ഇറാനിലെ ബംപൂർ നഗരത്തിലുള്ള സൈനിക താവളത്തിൽ നടന്ന ആക്രമണത്തിൽ കുറഞ്ഞത് 7 ഇറാനിയൻ സൈനികർ കൊല്ലപ്പെട്ടതായി ഇറാന്റെ സൈന്യം സ്ഥിരീകരിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ഇറാനിലെ ഹോർമുസ്ഗാൻ പ്രവിശ്യയിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിൽ ഒരേ കുടുംബത്തിലെ 3 പേർ കൊല്ലപ്പെട്ടതായും ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ മനുഷ്യരുടെ മരണം ഉൾപ്പെടെ സംഭവിക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ആക്രമണമാണ് കഴിഞ്ഞ 4 ദിവസമായി അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇറാനിൽ. എന്നാൽ ഇറാൻ വെറുതെ ഇരിക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടിയുണ്ട്. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ അമേരിക്കൻ ലക്ഷ്യങ്ങൾക്കെതിരെ മിസൈലുകളും ഡ്രോണുകളും പ്രയോഗിച്ചതായി ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ നിയന്ത്രിത IRIB ടെലിവിഷനാണ് ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇറാന്റെ ഡ്രോണുകളെ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തടയുന്നുവെന്ന് കുവൈറ്റ് അറിയിച്ചു. ബഹ്റൈനിൽ വ്യോമാക്രമണ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി. ഇതൊക്കെയും ഇറാൻ നടത്തുന്ന ആക്രമണം, അത് അവർ അവകാശപ്പെടുന്നത് പോലെ അത്തരം ആക്രമണങ്ങൾ നടക്കുന്നു എന്നതിന്റെ സൂചനകളാണ്. 2 ദേശീയ എണ്ണക്കപ്പലുകൾ ഇറാനിയൻ ക്രൂയിസ് മിസൈലുകൾ ആക്രമിച്ചതായും ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ടതായും 8 പേർക്ക് പരിക്കേറ്റതായും UAE അറിയിച്ചിരുന്നു. ഇതിൽ 4 പേരുടെ നില ഗുരുതരമാണെന്നും വ്യക്തമാക്കി. ഇറാൻ 7 വ്യാപാര കപ്പലുകളെ മനഃപൂർവ്വം ആക്രമിച്ചതായും അതിൽ നിരവധി സാധാരണ നാവികർ കൊല്ലപ്പെടുകയോ കാണാതാവുകയോ പരിക്കേൽക്കുകയോ ചെയ്തതായും സെൻട്രകോമും അറിയിച്ചിട്ടുണ്ട്. എന്നാൽ മുന്നറിയിപ്പുകൾ അവഗണിക്കുകയും നാവിഗേഷൻ സംവിധാനങ്ങൾ ഓഫ് ചെയ്യുകയും മൈനുകൾ സ്ഥാപിച്ച വഴിയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിനാലാണ് ടാങ്കറുകളെ ആക്രമിച്ചത് എന്നതാണ് ഇറാൻ പറയുന്നത്, അവകാശപ്പെടുന്നത്. ഒപ്പം തന്നെ ട്രംപിന്റെ രൂക്ഷമായ ഭാഷയ്ക്ക് ഇറാന്റെ പ്രതികരണം കൂടി വരുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാൻ തുടരുമെന്ന് വ്യക്തമാക്കുകയാണ്. അതിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല എന്നതിന്റെ സൂചനയാണ് ഇറാൻ നൽകുന്നത്. അമേരിക്കയുടെ പുതിയ ഉപരോധവും സൈനിക നടപടികളും മുമ്പുണ്ടായിരുന്ന വെടിനിർത്തൽ ധാരണയെ തകർത്തു എന്നതാണ് ഇറാന്റെ ഉപവിദേശകാര്യമന്ത്രി കസേം ഖരീബാബാദി പറഞ്ഞത്. സൈനിക നടപടികളും സാമ്പത്തിക ഉപരോധവും ശക്തമാക്കിയാൽ ഇറാൻ വീണ്ടും ചർച്ചകളിലേക്ക് മടങ്ങുമെന്ന് അമേരിക്ക കരുതുന്നുവെങ്കിൽ അത് തെറ്റായ വിലയിരുത്തലാണ് എന്നും അദ്ദേഹം സംസ്ഥാന ടെലിവിഷനോട് പ്രതികരിച്ചു. അതായത് ഉപരോധത്തിലൂടെ നിങ്ങൾക്ക് ഞങ്ങളെ തകർക്കാനാകില്ല എന്നതാണ് ഇറാൻ ആവർത്തിച്ച് പറയുന്നത്. ഇന്ത്യയെയും ബാധിച്ചിട്ടുണ്ട് ഈ ഇപ്പോൾ നടക്കുന്ന ഇപ്പോഴത്തെ അവിടെ തുടരുന്ന ആക്രമണങ്ങൾ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 4 മാസത്തിലധികമായി തുടരുന്ന ഈ യുദ്ധം, പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇതുവരെ 13 ഇന്ത്യക്കാരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 3 പേരെ കാണാതാവുകയും ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരി 28-ന് ഇറാൻ US സംഘർഷം തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെയുള്ള കണക്കായിട്ടാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. വാർത്താ ഏജൻസിയായ PTI ആണ് ഈ കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത്. ഏറ്റവും അവസാനത്തെ സംഭവം ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോവുകയായിരുന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണമാണ്. ഈ ആക്രമണത്തിൽ ഒരു ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടിരുന്നു. ഇന്ത്യൻ പതാകയേന്തിയ 7 കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഈ കപ്പലുകളിലായി 148 ഇന്ത്യക്കാരുണ്ട് എന്നതാണ് സൂചന. ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളും ഇന്ത്യക്കാർ ജീവനക്കാരായുള്ള വിദേശ കപ്പലുകളും സർക്കാർ നിരന്തരം നിരീക്ഷിച്ചു വരികയാണെന്നും PTI റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ 13 ജീവനുകൾ ഇന്ത്യക്ക് ഈ യുദ്ധം തുടങ്ങി ഇന്നുവരെ നഷ്ടമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ ആക്രമണത്തിൽ നാവികൻ കൊല്ലപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധമാണ് ഇറാൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി അറിയിച്ചത്. ഇതിനുമപ്പുറം വലിയ പ്രതിസന്ധിയായി എണ്ണവില ഉയരുന്നു എന്ന വാർത്തയുമുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പുതിയ ആക്രമണങ്ങൾ മൂലം ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. ഇതോടെ ബ്രെന്റ് ക്രൂഡ് എണ്ണയുടെ അന്താരാഷ്ട്ര വില കുത്തനെ ഉയരുകയും ചെയ്യുന്നു. ഇതിനു പുറമെ കരിങ്കടലിൽ റഷ്യയും യുക്രൈനും യുദ്ധം മുറുക്കിയതും എണ്ണവില വർധനയ്ക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട്. US ക്രൂഡ് വില ബാരലിന് 0.98% വർദ്ധിച്ചു. $80.12 അതിന്റെ വില എത്തി നിൽക്കുന്നത്.
ബ്രെന്റ് വില $1.17 ഉയർന്ന് $85.72 എത്തി. ഏതാണ്ട് 70 താഴേക്ക് പോയിരുന്ന എണ്ണവിലയാണ് ഇപ്പോൾ 85 മുകളിലേക്കൊക്കെ എത്തുന്നത്. ഇന്ന് ഒരു ഘട്ടത്തിൽ ബ്രെന്റ് വില $87.17 എത്തിയിരുന്നു. ട്രംപ് 20% കപ്പൽ ഫീസ് ഈടാക്കാനുള്ള നീക്കം പിൻവലിച്ചത് എണ്ണവിലയുടെ കുതിപ്പിന് അല്പം ഇടിവുണ്ടാക്കി. അപ്പോഴാണ് എരുതിയിൽ എണ്ണയൊഴിച്ച് റഷ്യയും യുക്രൈനും പോര് തുടങ്ങിയത്. അത് പിന്നീട് എണ്ണവില വർദ്ധിക്കാൻ ഇടയാക്കുകയും ചെയ്തു. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. നമ്മൾ ഈ യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ അനുഭവിച്ചു വരുന്ന എണ്ണ പ്രതിസന്ധി, പാചകവാതക പ്രതിസന്ധിയിലേക്കൊക്കെ വീണ്ടും തിരിച്ചു പോവുകയാണ്. എണ്ണവില ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ ട്രംപ് ഇറാനുമേൽ നടപടികൾ കർശനമാക്കുന്നു. ശക്തമായ ആക്രമണത്തിന് ഒരുങ്ങിയിരിക്കാനുള്ള മുന്നറിയിപ്പാണ് ഈ അടുത്ത ആഴ്ചത്തേക്ക് ട്രംപ് നൽകുന്നത്. അതായത് അതിനു മുൻപ് ചർച്ചയ്ക്ക് സന്നദ്ധമായില്ലെങ്കിൽ കടുത്ത ആക്രമണം എന്ന ഭീഷണി. ഉപരോധത്തിലൂടെയോ ആക്രമണത്തിലൂടെയോ ഇറാനെ മെരുക്കാനാകില്ലെന്ന് ഈ കഴിഞ്ഞ കാലങ്ങളെല്ലാം തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ആ തന്ത്രം തന്നെയാണ് ട്രംപ് ഇപ്പോഴും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. കൂടെ ട്രംപിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും ശ്രമിക്കുന്നു. ഹോർമുസിൽ ടോൾ പ്രഖ്യാപിക്കുകയും പിന്നീട് ഗൾഫ് രാഷ്ട്രങ്ങളുടെ സമ്മർദ്ദത്തിൽ അത് പിൻവലിക്കുകയും ചെയ്തു എന്ന് ട്രംപ് പറയുന്നുണ്ട്. അതിന് പകരമായി ഗൾഫ് രാജ്യങ്ങളുമായി വമ്പിച്ച വ്യാപാര നിക്ഷേപ കരാറുകൾ നടപ്പാക്കും എന്നാണ് ട്രംപ് പറയുന്നത്. ഇതിന്റെ വിശദാംശങ്ങളൊന്നും ട്രംപ് പുറത്തുവിട്ടിട്ടില്ല. മനസ്സിലാകുന്നത് ഒറ്റ കാര്യം പോലും, ഹോർമുസും ഇപ്പോൾ നടക്കുന്ന ഹോർമുസുമായിട്ടുള്ള തർക്കങ്ങൾ പോലും ഇറാനുമായുള്ള യുദ്ധവും ഒക്കെ അമേരിക്കയുടെയും ട്രംപിന്റെയും താൽപര്യം സംരക്ഷിക്കാനായി ട്രംപ് ഉപയോഗിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. 20% ടോൾ ഏർപ്പെടുത്തുക, അത് പിൻവലിച്ചുകൊണ്ട് ഗൾഫ് രാഷ്ട്രങ്ങളുമായി വ്യാപാര കരാറുകളിലേക്ക് പോകുന്നു എന്ന് പറയുക. അതിന്റെ വിശദാംശങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല. ഗൾഫ് രാഷ്ട്രങ്ങളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി 20% ടോൾ പിൻവലിക്കേണ്ടി വരുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. പക്ഷേ ട്രംപ് അതിനെ അവതരിപ്പിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. എന്താണ് തന്റെ താല്പര്യം എന്നത് അതിൽ പ്രകടിപ്പിക്കുകയാണ് ട്രംപ് ചെയ്യുന്നത്. അപ്പോൾ ട്രംപ് അമേരിക്കയുടെയും ട്രംപിന്റെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാനെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അതിന്റെ കെടുതികൾ അനുഭവിക്കുന്നത് ലോകരാഷ്ട്രങ്ങൾ ഉൾപ്പെടെയാണ്. എന്തായാലും ഹോർമുസിലെ ഇപ്പോഴത്തെ തർക്കങ്ങൾ പോലും തങ്ങളുടെ ലാഭക്കൊതിക്ക് വേണ്ടി ഉപയോഗിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ, അതായത് സംസ്ഥാനത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ഡി സതീശന്റെ വിജയഘടകങ്ങളിൽ പ്രധാനപ്പെട്ടത് ജി സുകുമാരൻ നായരായിരുന്നു. വി ഡി സതീശന്റെ എന്ന് പറയുമ്പോൾ UDFന്റേതും ഒപ്പം തന്നെ അവിടെ ജയിച്ചതിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനം വരെ എത്തുന്ന വി ഡി സതീശന്റെ വിജയത്തിന്റെയും ഘടകങ്ങളിൽ ഒന്ന് സുകുമാരൻ നായരായിരുന്നു. ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ വാർത്താസമ്മേളനം നടത്തുന്നതും വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലൊക്കെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. ആക്രമിക്കുന്ന തരത്തിലായിരുന്നു വി ഡി സതീശനെ നേരിട്ടിരുന്നത്. പരസ്പരം ഉണ്ടായിട്ടുള്ള ആ സംസാരങ്ങളൊക്കെ നമുക്ക് മുന്നിലുണ്ട്. ആ സ്വാരസ്യങ്ങൾ തീർക്കാൻ ഒരു അവസരം ഒരുങ്ങിയിരുന്നു UDF സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം. പക്ഷേ അത് പാളുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വി ഡി സതീശനും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും തമ്മിൽ കൂടിക്കാഴ്ചയെ ചൊല്ലിയുള്ള കശപിശ കടുക്കുകയാണ്. സുകുമാരൻ നായരെ കാണാൻ അനുമതി നിഷേധിച്ചു എന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വ്യക്തമാക്കുന്നു. അതിന് പിന്നാലെ കലിപ്പ് മാറാതെ സതീശന്റെ വാദം തള്ളി രൂക്ഷ പ്രതികരണവുമായി NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വീണ്ടും രംഗത്ത് വരുന്നു. ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇനി ഫോട്ടോയിൽ മാത്രമേ തന്നെ വി ഡി സതീശൻ കാണൂ എന്നതാണ് സുകുമാരൻ നായർ പറയുന്നത്. അപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു അവസരം വഴിമാറുകയും അത് കൂടുതൽ ഏറ്റുമുട്ടലുകളിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. NSSുമായി ബന്ധപ്പെട്ട ഇൻകം ടാക്സ് ഫയലിംഗും കമ്പനീസ് ആക്ട് ഭേദഗതികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ജി സുകുമാരൻ നായരും സംഘവും 2 തവണ മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയ്ക്കായി അനുമതി തേടിയിരുന്നു. എന്നാൽ 2 തവണയും തികച്ചും നിഷേധാത്മകമായ സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നതാണ് ആരോപണം. ഈ അവഗണനയാണ് സുകുമാരൻ നായരെ പ്രകോപിതനാക്കിയതും സതീശനെ അഹങ്കാരി എന്ന് പെരുന്നയിലെ പ്രസംഗത്തിൽ പരസ്യമായി വിളിക്കാൻ പ്രേരിപ്പിച്ചതും. എന്നാൽ ഈ സംഭവത്തിന് തൊട്ട് പിന്നാലെ തീവ്ര ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വളരെ എളുപ്പത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകുകയും അവരുടെ നിവേദനം സ്വീകരിച്ച് ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്തത് ഇരട്ടത്താപ്പാണ് എന്ന വിമർശനവും രാഷ്ട്രീയ വിമർശനവും ഒക്കെ ഉയർന്നു. ഈ ഘട്ടത്തിലാണ് ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ഉയർന്നത്. അപ്പോൾ എന്തുകൊണ്ട് ഈ കൂടിക്കാഴ്ച നിഷേധിച്ചു എന്ന ചോദ്യം ഉയരുമ്പോൾ മുഖ്യമന്ത്രി അതിൽ
വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കാണാൻ അനുമതി നിഷേധിച്ചു എന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണ് എന്നതാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറയുന്നത്. ബജറ്റ് തിരക്കുകൾക്കിടയിൽ അദ്ദേഹം തന്റെ PA വിളിച്ചിരുന്നു എന്നും പിന്നീട് താൻ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ച് സംസാരിക്കുകയും കാണാമെന്ന് സമ്മതിക്കുകയും ചെയ്തതാണെന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത്. അപ്പോൾ എന്താണ് അതിലെ മുഖ്യമന്ത്രിയുടെ വിശദീകരണം എന്ന് കേൾക്കാം. തെറ്റായ വാർത്തയാണ്. അദ്ദേഹം എന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ചിരുന്നു. എന്നെ ഫോണിൽ കിട്ടാണ്ട് ഞാൻ ബജറ്റിന്റെ തയ്യാറെടുപ്പിന്റെ സമയത്ത് എന്റെ അടുത്ത് ഫോൺ ഉണ്ടായില്ല, ഞാൻ മാറി നിൽക്കുകയായിരുന്നു. അദ്ദേഹം വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു, വളരെ കോഡിയലായിട്ട് സംസാരിച്ചു. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് കാണാം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞവർക്ക് കാണാമെന്ന് പറഞ്ഞു. കാണാമെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ ഫോണിൽ കൂടി പറഞ്ഞപ്പോ അത് കഴിഞ്ഞിട്ട് ആ ആഴ്ച ഞാൻ ബജറ്റ് അവതരിപ്പിക്കുന്ന ദിവസമാണ്. ഞാൻ ഇവിടുന്ന് എങ്ങും പോയിട്ടില്ലല്ലോ, ഫുൾ ടൈം ഞാൻ നിൽക്കുകയാണ്. അപ്പോ ഇതാണ് മുഖ്യമന്ത്രി അക്കാര്യത്തിൽ വിശദീകരിക്കുന്നത്. കൂടിക്കാഴ്ച വിവാദത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ വാദം പക്ഷേ പൂർണ്ണമായും തള്ളുകയാണ് സുകുമാരൻ നായർ. രൂക്ഷ പ്രതികരണവുമായാണ് NSS ജനറൽ സെക്രട്ടറി പിന്നീട് രംഗത്ത് വന്നത്. മുഖ്യമന്ത്രി തന്നെ കാണുമെന്ന് പറയുന്നത് ഇനി ഫോട്ടോയിൽ മാത്രമായിരിക്കുമെന്ന് സുകുമാരൻ നായർ പറയുന്നു. ബജറ്റിന്റെ തിരക്കായതുകൊണ്ടാണ് കാണാൻ കഴിയാതിരുന്നതെങ്കിൽ അത് അന്ന് തന്നെ പറയാമായിരുന്നു. പ്രൈവറ്റ് സെക്രട്ടറി മുഖാന്തരം 2 തവണ ഫോണിൽ ബന്ധപ്പെട്ടാൻ ശ്രമിച്ചെങ്കിലും 6 ദിവസം കഴിഞ്ഞാണ് തിരികെ വിളിച്ചതെന്ന് സുകുമാരൻ നായർ തുറന്നടിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് താൻ വീണ്ടും ശ്രമിച്ചു, എന്നാൽ ഒരാഴ്ച കഴിഞ്ഞ് കാണാമെന്നാണ് അന്ന് സെക്രട്ടറി പറഞ്ഞത്. ഇപ്പോൾ ന്യായീകരണം പറയുന്നതിൽ കാര്യമില്ല, താൻ കണ്ട് പറയാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം കഴിഞ്ഞു, തനിക്കിനി ആരെയും കാണേണ്ടതില്ല എന്നതായിരുന്നു സുകുമാരൻ നായരുടെ അതിനുള്ള മറുപടി. ഞാൻ കാണാൻ അങ്ങോട്ട് ചോദിക്കുമ്പം സമയം തരാത്ത ആളെ പിന്നെ ഞാനെന്തിനെ കാണുന്നു? എനിക്ക് താല്പര്യമില്ല. ഞാൻ BD സതീശനല്ല, എന്നെ കാണാനല്ല ശ്രമിച്ചത്, ഈ കേരളത്തിലെ മുഖ്യമന്ത്രി കാണാനാണ് ഞാൻ ഈ അനുവാദം ചോദിച്ചത്. ഞാനൊരു വോട്ടറാണ്, ഒരു പ്രമുഖ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ഒരാളാണ്. ആ പരിഗണനയൊക്കെ കണക്കാക്കേണ്ടതല്ലേ? എന്താ കാര്യമെന്ന് പോലും അന്വേഷിക്കാതെ ഈ നമ്മുടെ റിക്വസ്റ്റ് യാതൊരു മറുപടിയും തരാതിരിക്കുകയാണ് ചെയ്തത്. ഒരു മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഒരാൾ മിനിമം പാലിക്കേണ്ട മര്യാദ കാണിക്കാത്തപ്പോൾ അങ്ങനെയുള്ള ഒരാളിനെ കാണാൻ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നില്ല, വ്യക്തിപരമായിട്ട് അങ്ങനെയുള്ള ഒരാളെ കാണാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഞാനിപ്പോൾ എൻ്റെ സ്വന്തം കാര്യം വേറെ എന്തെങ്കിലും പറയാനോ സാധിക്കാനോ വേണ്ടിയിട്ടല്ലല്ലോ ഈ സമയം ചോദിച്ചത്. അപ്പോ ഇതാണ് സുകുമാരൻ നായർക്ക് അക്കാര്യത്തിൽ പറയാനുണ്ടായിരുന്നത്. പെരുന്ന ശുദ്ധീകരിക്കുമെന്ന ഒരു പരാമർശം സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത് കൂടി നമ്മൾ കേട്ടതാണ്. അതിനും അത് NSS ആസ്ഥാനം സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉപരാഷ്ട്രപതി പറഞ്ഞ കാര്യങ്ങൾ, അതിനോട് ചേർത്ത് സുരേഷ് ഗോപി പറഞ്ഞ കാര്യങ്ങളാണ്. അതിലും ഒരു മറുപടി ഉണ്ട്. സുരേഷ് ഗോപി ആദ്യം അമ്മ സംഘടന ശുദ്ധീകരിക്കട്ടെ എന്നതാണ് സുകുമാരൻ നായർ പറഞ്ഞത്. പെരുന്ന ശുദ്ധീകരിക്കുന്നതിന് മുൻപ് ആ ശുദ്ധീകരണം നടക്കട്ടെ എന്ന് പറയുന്നു. സുരേഷ് ഗോപിയുടെ വാക്കുകൾക്ക് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നും NSSനെതിരെ സുരേഷ് ഗോപിക്ക് ഒരു പുല്ലും ചെയ്യാനാവില്ല എന്നുമാണ് സുകുമാരൻ നായർ അതിനുള്ള മറുപടി നൽകിയത്. ഞാൻ കാണാൻ അങ്ങോട്ട് ചോദിക്കുമ്പം സമയം തരാത്ത ആളെ പിന്നെ ഞാനെന്തിനെ കാണുന്നു? പുഷ്പാർച്ചന നടത്തി കഴിഞ്ഞ് ഇദ്ദേഹത്തിന് അങ്ങോട്ട് വലിഞ്ഞു കയറി വന്നു. അവിടെ പാർലമെന്റ് പോലെ തന്നെയാണ് ഞങ്ങളുടെ. ഒന്നും അറിവില്ലാത്തൊരു കുട്ടിയാണോ പുള്ളി? ഈ ഡിസിപ്ലിനും അത് ഒന്നും അറിയാൻ മേലാത്ത ആളാണ്. അതിൻ്റെ പിന്നിലെ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ഞാൻ പറഞ്ഞ ഇയാൾ എന്തുകൊണ്ടാണ് ചൂല് കൊണ്ട് അടിച്ചു വാരുമെന്നാണോ പറഞ്ഞത്? ഇവിടെ ഇയാളൊരു പുല്ലും ചെയ്യാനല്ല NSSന്. അവരുടെ അമ്മ എന്ന് പറഞ്ഞൊരു സംഘടന ഇദ്ദേഹം കൂടെ ഉള്ളതാണ്. അവിടെ ഒന്ന് പോയി ശുദ്ധീകരിച്ച് വരട്ടെ. ജനിച്ച പിന്നെ NSS കയറുന്നത് അന്ന് ഇവിടെ പുഷ്പാർച്ചന നടത്താൻ അയാൾ കയറുന്നു. ആരാ
അതിക്ക് എന്ത് ഇയാളെ എന്നെ തന്നെ തീർക്കുമെന്ന് പറഞ്ഞിട്ടുള്ളവരാരും അവർ തീർന്നിട്ടുള്ളതല്ലാതെ ഇവിടെ വേറെ ഞങ്ങൾക്കൊന്നും ഒരു വിഷമവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരേ സമയം മുഖ്യമന്ത്രിക്കും സുരേഷ് ഗോപിക്കുമെതിരെ ശക്തമായ വാക്കുകളിലൂടെ മറുപടി നൽകുകയാണ് സുകുമാരൻ നായർ ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ച വിവാദത്തിൽ അല്പം രാഷ്ട്രീയം കൂടി കലർത്തിയുള്ള മറുപടി അദ്ദേഹം പറയുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ നിലവിൽ തിരുത്തൽ ശക്തികൾ ഇല്ല എന്നും ഹൈക്കമാൻഡ് എന്ന ഒന്നുണ്ടോ എന്നും തനിക്ക് സംശയമുണ്ട് എന്നും സുകുമാരൻ നായർ പരിഹസിക്കുന്നുണ്ട്. നേരത്തെ ഒന്നും ഒരു മുഖ്യമന്ത്രിമാരും തന്നോട് ഇങ്ങനെ കാണിച്ചിട്ടില്ല, പിണറായി വിജയനാണെങ്കിൽ തിരിച്ചു വിളിച്ചതിനെ തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ശക്തമായ ഒരു വിമർശനമാണ് ഇക്കാര്യത്തിൽ വി ഡി സതീശനെതിരെ സുകുമാരൻ നായർ ഉന്നയിക്കുന്നത്. പ്രബല ഹൈന്ദവ സമുദായ സംഘടനയായ നായർ സർവീസ് സൊസൈറ്റിയുടെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് തുടർച്ചയായി കൂടിക്കാഴ്ച അനുമതി നിഷേധിച്ച മുഖ്യമന്ത്രി ഹിന്ദു ഐക്യവേദി നേതാക്കളുമായി ഓഫീസിൽ തന്നെ ചർച്ച നടത്തിയതാണ് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. അധികാരം നിലനിർത്താനും ഒപ്പം വിഭാഗീയ വോട്ടുകൾ പെട്ടിയിലാക്കാനും വി ഡി സതീശൻ രാഷ്ട്രീയ മുൻഗണനകൾ മാറ്റിയെഴുതുകയാണോ എന്ന ചോദ്യം ഉയർന്നു. അങ്ങനെയുള്ള വിമർശനങ്ങൾ ശക്തമായി. അതിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിലെ തിരുത്തൽ ശക്തികളെ കുറിച്ചുകൂടി സുകുമാരൻ നായർ സൂചിപ്പിക്കുന്നത്. വി ഡി സതീശൻ സ്വീകരിക്കുന്ന ഏകപക്ഷീയമായ നിലപാടുകൾ ഭാവിയിൽ UDF-ന് വലിയ ബാധ്യതയാകുമോ, വലിയ വില നൽകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കുമോ എന്നതൊക്കെ പാർട്ടിയിലും വലിയ വിമർശനം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഘട്ടത്തിൽ അവിടേക്ക് കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് സുകുമാരൻ നായരും അക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. സമദൂര സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന NSSനെ മനഃപൂർവ്വം അവഗണിച്ച് ശത്രുപക്ഷത്ത് നിർത്തുമ്പോൾ ഹിന്ദു ഐക്യവേദി പോലെയുള്ള ഒരു സംഘടനയ്ക്ക് പരസ്യമായ പിന്തുണ നൽകുന്നത് പാർട്ടിയുടെ രാഷ്ട്രീയ മൂല്യങ്ങൾക്ക് തന്നെ ഇടിവാകും എന്ന വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയൊക്കെ ഉയരുന്നുണ്ട്. ഈ ഘട്ടത്തിൽ അതുകൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് സുകുമാരൻ നായർ അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നത്. എന്തായാലും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടുന്നത് ഇത് രഹസ്യമായി നടന്ന കൂടിക്കാഴ്ചയല്ല എന്നത് പറഞ്ഞുകൊണ്ടാണ്. പരസ്യമായി നടന്നതാണ്, ഓഫീസിൽ നടന്നതാണ്, അതിലൊന്നും മറയ്ക്കാനില്ലാത്തതുകൊണ്ടാണ് അത്തരം കൂടിക്കാഴ്ചകൾ. സുകുമാരൻ നായരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് താൻ അനുമതി പിന്നീട് വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. അത് അനുമതി നിഷേധിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വി ഡി സതീശൻ അതിനെ ന്യായീകരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ തുടങ്ങിയതാണ്. എണ്ണ നിരങ്ങാനില്ല എന്ന് പറഞ്ഞ വി ഡി സതീശനെ ലക്ഷ്യമിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നിരവധി പ്രസ്താവനകൾ സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ പക്ഷേ വി ഡി സതീശന് അനുകൂലമാകുന്ന സാഹചര്യമാണ് സൃഷ്ടിച്ചത്. ഇപ്പോൾ മുഖ്യമന്ത്രി ആയതിനു ശേഷവും ആ പോര് മുറുകുന്നതാണ് നമ്മൾ കാണുന്നത്. അത് പരിഹരിക്കാൻ ഉള്ള ഒരു സാഹചര്യമായിരുന്നു ഈ കൂടിക്കാഴ്ച. പക്ഷേ അത് നടക്കാതെ പോവുകയും അത് കൂടുതൽ മൂർച്ഛിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഇപ്പോൾ വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഹൈക്കോടതി. ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ പ്രധാന തീരുമാനങ്ങൾ എടുക്കരുത് എന്നതാണ് നിർദ്ദേശം. വലിയ സാമ്പത്തിക ചെലവുള്ള തീരുമാനങ്ങൾ എടുക്കരുത് എന്നതും നിർദ്ദേശിക്കുന്നു. നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും വിലക്കുണ്ട്. താൽക്കാലിക ചുമതല വഖഫ് വകുപ്പ് ജോയിന്റ് സെക്രട്ടറിക്ക് നൽകിക്കൊണ്ട് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു. അത് വലിയ തരത്തിൽ പ്രാധാന്യമുള്ള ഒരു വാർത്തയാണ്. എന്തായാലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഈ ഇടക്കാല ഉത്തരവ്. അതിന്റെ വിശദാംശങ്ങളുമായി ഇപ്പോൾ നമുക്കൊപ്പം ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ്. ആജ്ഞ, വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ തന്നെ നിലച്ചിരിക്കുന്നു അല്ലെങ്കിൽ മരവിപ്പിച്ചിരിക്കുന്നു ഹൈക്കോടതി എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ഈ സാമ്പത്തിക ഇടപാടുകളിലൊക്കെ അനുമതി തേടിക്കൊണ്ടാകാം എന്നൊരു സൂചന കൂടി നൽകുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇത്തരം കടുത്ത ഒരു നിലപാടിലേക്ക് ഹൈക്കോടതി ഇപ്പോൾ എത്തിയിരിക്കുന്നത്? രേണുക, വഖഫ് ബോർഡിന്റെ ഭരണവും അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കവെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത്തരത്തിലൊരു വലിയ തീരുമാനമെടുത്തത്. അതായത് വഖഫ് ബോർഡിന് നയപരമായിട്ടുള്ളതോ സാമ്പത്തികപരമായി വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതോ ആയ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം വഖഫ് ബോർഡിന് ഇടക്കാല ഉത്തരവാണ്. ഹർജി വീണ്ടും കോടതി പരിഗണിക്കും. പക്ഷേ ആ സമയത്ത് വരെയും വഖഫ് ബോർഡ് അതായത് നയപരമായ തീരുമാനങ്ങൾ, വലിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല വഖഫ് ബോർഡിന് എന്നുള്ള
എന്നുള്ളതാണ്. താൽക്കാലികമായി വഖഫ് ബോർഡിന്റെ ദൈനംദിന കാര്യങ്ങൾ നടത്താൻ വഖഫ് ബോർഡ് ജോയിന്റ് സെക്രട്ടറിയെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചുമതല കോടതി ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കേണ്ട സാഹചര്യമുണ്ട് എന്ന് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, സർക്കാരിന്റെ പ്രതിനിധിയുടെ നിയമനം നിയമപരമാണോ എന്നുള്ള കാര്യം പരിശോധിക്കണമെന്നും കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും രേണുക സൂചിപ്പിച്ചതുപോലെ വലിയ തീരുമാനമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. വഖഫ് ബോർഡിന് തീരുമാനങ്ങൾ എടുക്കാൻ, അത് പ്രത്യേകിച്ചും വലിയ തീരുമാനങ്ങൾ, സാമ്പത്തിക പ്രത്യാഘാതങ്ങളോ ഉണ്ടാകുന്നതോ അല്ലെങ്കിൽ നയപരമായിട്ടുള്ള തീരുമാനങ്ങളോ എടുക്കാൻ വഖഫ് ബോർഡിന് അനുമതിയില്ലാതെ, ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ അത്തരം തീരുമാനങ്ങളിലേക്ക് വഖഫ് ബോർഡ് പോകാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദൈനംദിന ഭരണ ക്രമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജോയിന്റ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ ആ ഉത്തരവ് തുടരും. ഇടക്കാല ഉത്തരവാണ്. മറ്റ് ഹർജികൾ പരിഗണിക്കുന്നുണ്ട്. അതായത് നിയമനവും വഖഫ് ബോർഡിന്റെ ഭരണവും സംബന്ധിച്ചുള്ള വിവിധ ഹർജികൾ പരിഗണിക്കുന്ന സാഹചര്യത്തിലാണ് കോടതി ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. വീണ്ടും കോടതി ഈ ഹർജി പരിഗണിക്കും. ആജ്ഞ, ഇതിൽ ഇതിന്റെ പ്രവർത്തനം മരവിപ്പിക്കുന്ന തരത്തിലേക്ക് വന്നാൽ അതുണ്ടാക്കാവുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. ബുധനാഴ്ച വീണ്ടും ഹർജി പരിഗണിക്കും എന്നത് മനസ്സിലാക്കുന്നു. ഇത് എത്ര വരെയാണ് ഈ നിയന്ത്രണം എന്നത് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടോ? വഖഫ് ബോർഡിനെ സംബന്ധിച്ച് ഇത് മറികടക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണ് മുന്നിലുള്ളത്? നിയമവിദഗ്ധർ നൽകുന്ന സൂചനകൾ എന്താണ്? മേൽക്കോടതിയെ സമീപിക്കുന്നതുൾപ്പെടെ എന്തെങ്കിലും നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടോ? രേണുക, സംസ്ഥാന സർക്കാർ ആണ് ഈ കാര്യത്തിൽ വഖഫ് ബോർഡിന്റെ നിയമന കാര്യങ്ങളുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടത്. ഇതൊരു ഇടക്കാല ഉത്തരവാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വഖഫ് ബോർഡിന്റെ ഭരണ സംവിധാനവും അതായത് നിയമനവും ബന്ധപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കവെയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിട്ടുള്ളത്. ഇടക്കാല ഉത്തരവാണ്. വീണ്ടും ഹർജികൾ പരിഗണിക്കുന്നത് വരെ ഒരു പക്ഷേ കോടതി മറ്റൊരു തീരുമാനം അറിയിച്ചേക്കാം. എന്തായാലും സർക്കാരിനോട് ഈ നിയമനങ്ങൾ നിയമപരമാണ് എന്ന് ഉറപ്പുവരുത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട് എന്ന് സർക്കാർ ഹൈക്കോടതി അറിയിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും വഖഫ് ബോർഡിന് ഈ പ്രവർത്തന നിയന്ത്രണമാണ് കോടതി ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാന തീരുമാനങ്ങൾക്ക് വഖഫ് ബോർഡിന് ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ പ്രധാന തീരുമാനങ്ങൾ വഖഫ് ബോർഡ് എടുക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും കോടതി എടുത്ത് പറഞ്ഞത് നയപരമായ തീരുമാനങ്ങളും അതുപോലെ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന തീരുമാനങ്ങളും വഖഫ് ബോർഡ് കൈക്കൊള്ളുമ്പോൾ കോടതിയുടെ അനുമതി തേടിയിരിക്കണം എന്നുള്ളതാണ്. രേണുക, ചട്ടവിരുദ്ധമായി രൂപീകരിച്ച വഖഫ് ബോർഡ് പിരിച്ചുവിടണം എന്നതുൾപ്പെടെയുള്ള ആവശ്യമാണ് ഈ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഒന്നിലധികം ഹർജികളുണ്ട്. വളരെ ഗൗരവമായിട്ടുള്ള ആരോപണങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു വിശദമായ പരിശോധനയിലേക്ക് കോടതി കടക്കുന്നു എന്നതാണോ ഈ നടപടികളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും രേണുക, പ്രത്യേകിച്ചും വഖഫ് നിരവധി ഭൂമികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വഖഫ് ഭൂമി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിരവധി, അതായത് മുനമ്പം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരവധി ഡിസ്പ്യൂട്ട് നടക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി കോടതിയുടെ മുൻപിലുണ്ട്. അങ്ങനെ വഖഫ് ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട് മുനമ്പം ഉൾപ്പെടെയുള്ള ഭൂമിയുടെ കാര്യത്തിലെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, മറ്റ് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ, സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന മറ്റ് തീരുമാനങ്ങൾ, നയപരമായ തീരുമാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയും കോടതിയുടെ അനുമതിയില്ലാതെ മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല എന്നുള്ള നിലപാട് തന്നെയാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് വഖഫ് ബോർഡ് ചെയർമാൻ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒമി പോർട്ടലിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ട രംഗത്ത് വന്നപ്പോഴും അത്തരം കാര്യങ്ങളിൽ കോടതി വിധി ചൂണ്ടിക്കാട്ടിയാണ് ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു അല്ലെങ്കിൽ അതുമായി പ്രൊസീഡ് ചെയ്യാനുള്ള നീക്കങ്ങൾ വഖഫ് ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ള ഒരു കാര്യം കൂടി വെളിപ്പെടുത്തിയത് അങ്ങനെയാണ്. പക്ഷേ അത്തരം തീരുമാനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയമപരമായിട്ട് അത് ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ ഇനി വഖഫ് ബോർഡ് ചെയ്യാനാകില്ല. പ്രത്യേകിച്ചും വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കേണ്ടുന്ന സാഹചര്യം രേണുക സൂചിപ്പിച്ചതുപോലെ അതിലെ അത് ഭരണപരവും നിയമനവുമായി ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ തുടങ്ങി നിരവധി ഹർജികൾ കോടതിയുടെ മുൻപാകെയുണ്ട്. അത്തരം ഹർജികൾ പരിഗണിക്കവെയാണ് ഇത്തരത്തിലൊരു ഇടക്കാല ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് വഖഫ് ബോർഡിനെ സംബന്ധിച്ചിട്ട് അതായത് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായും മരവിപ്പിക്കുന്ന ഒരു നീക്കം തന്നെയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ബാക്കി ഹർജികൾ കൂടി പരിഗണിച്ച ശേഷം ഹർജി വീണ്ടും ബുധനാഴ്ച പരിഗണിക്കും. അതിനുശേഷമായിരിക്കും ഹൈക്കോടതി ഈ കാര്യത്തിൽ ഒരു അന്തിമ വിധി പ്രഖ്യാപിക്കുക. എന്തായാലും ഇത് ഇടക്കാല ഉത്തരവാണ്. നിലവിൽ ഹൈക്കോടതിയുടെ വിധി അനുസരിച്ച് വഖഫ് ബോർഡിന് നയപരമായ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഹൈക്കോടതിയുടെ അനുമതി വേണം. രേണുക, ശരി, ആചാര്യ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ബുധനാഴ്ച വീണ്ടും ഹർജി പരിഗണിക്കുമ്പോഴായിരിക്കും കോടതി ഒരു അന്തിമ തീർപ്പിലേക്ക് എത്തുക. നമുക്ക് ചെറിയൊരു ഇടവേള എടുക്കാം. അതിനുശേഷം മറ്റു വാർത്തകൾ നോക്കാം.
You think champion made in the arena? He rise from the street to remember champions. T20 ഇന്ധനത്തിൽ വിവാദം കത്തുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് വാഹനങ്ങളുടെ മൈലേജ് കുറയ്ക്കുമെന്നും എഞ്ചിൻ കേടാക്കുമെന്നും ഒരു വിഭാഗം പറയുമ്പോൾ അങ്ങനെയല്ല എന്ന് കേന്ദ്ര സർക്കാരും അനുകൂലിക്കുന്ന മറ്റൊരു വിഭാഗവും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എണ്ണയുടെ ഇറക്കുമതി കുറയ്ക്കാനും പരിസ്ഥിതി മലിനീകരണം തടയാനും കേന്ദ്രം എഥനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാമിനെ പറ്റി ഇപ്പോൾ ഉയരുന്ന വിവാദങ്ങൾക്ക് അടിസ്ഥാനമുണ്ടോ? ഈ പദ്ധതിയിൽ അമേരിക്കയ്ക്ക് പ്രത്യേക താൽപര്യമുണ്ടോ? കാർബൺ പുറന്തള്ളൽ കുറച്ച് പരിസ്ഥിതി സംരക്ഷണം ഉറപ്പുവരുത്തുന്ന പദ്ധതിയിൽ എന്തിനാണ് വിവാദം? എവിടെയാണ് പാളിച്ചകൾ എന്നതാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വിവാദം തന്നെ വളരെ വൈകി ഉദിച്ച ഒരു വിവാദമാണ്. 80% പെട്രോളും 20% എഥനോളും ചേർന്നതാണ് E20 എന്ന ഇന്ധനം. എണ്ണ ഇറക്കുമതി ചെലവ് കുറയ്ക്കുക, കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുക, എഥനോൾ മിശ്രിതത്തിനായി കരിമ്പ് നൽകുന്ന കർഷകരെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഇതിന് പിന്നിലെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ, ഈ പദ്ധതിക്ക് പിന്നിലെ. എന്നാൽ ഇന്ത്യ കഴിഞ്ഞ വർഷം കൈവരിച്ച E20യുടെ ഏകീകൃത വിതരണം വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. എണ്ണയുടെ ഇറക്കുമതി കുറയ്ക്കാനും പരിസ്ഥിതി മലിനീകരണം തടയാനും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ എഥനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം അവതരിപ്പിച്ച് 23 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഈ വിവാദങ്ങൾ കത്തിപ്പടർന്നത്. E5ഉം E10ഉം കഴിഞ്ഞ് E20 എത്തിയപ്പോൾ എഥനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാമിന്റെ നാൾവഴി ഒന്ന് നമുക്ക് നോക്കിയാൽ 2001 പരീക്ഷണാടിസ്ഥാനത്തിൽ രാജ്യത്ത് ഈ പദ്ധതി തുടങ്ങിയത്. 2003 ഔദ്യോഗികമായി ഇത് ലോഞ്ച് ചെയ്തു. 2006 കേരളമടക്കമുള്ള 20 സംസ്ഥാനങ്ങളിലും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും 5% എഥനോൾ ചേർത്ത പെട്രോൾ വിൽക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് ഊർജ്ജ മന്ത്രാലയം നിർദ്ദേശം നൽകി. 2009 E10 വിൽക്കാൻ അനുമതി നൽകി. 2014 എത്തുമ്പോൾ എഥനോൾ സംഭരണം സുഗമമാക്കാൻ കേന്ദ്ര സർക്കാർ പ്രത്യേക അഡ്മിനിസ്ട്രേറ്റഡ് വില നിയന്ത്രണ സംവിധാനം കൊണ്ടുവന്നു. ബയോ റിഫൈനറികൾ സ്ഥാപിക്കാൻ എണ്ണ കമ്പനികൾക്ക് നിർദ്ദേശവും നൽകി. 2016 IDR ആക്ട് ഭേദഗതി ചെയ്തതിലൂടെ എഥനോൾ നിർമ്മാണത്തിനും സംഭരണത്തിനും വിതരണത്തിനുമുള്ള സമ്പൂർണ്ണ അധികാരം കമ്പനികൾക്ക് ലഭിച്ചു. 2018 ആയപ്പോൾ കർഷകരെയും വ്യവസായങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയ നാഷണൽ പോളിസി ഓൺ ബയോഫ്യൂവൽസ് പ്രഖ്യാപിച്ചു. അതിലാണ് കരിമ്പ് ജ്യൂസ്, കേടായ ധാന്യങ്ങൾ എന്നിവയിൽ നിന്നും എഥനോൾ നിർമ്മിക്കാൻ അനുമതി നൽകിയത്. 2020 ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പക്കലുള്ള അധിക അരിയും ചോളവും എഥനോൾ ഉൽപാദനത്തിനായി ഡിസ്ലറികൾക്ക് നൽകാൻ നാഷണൽ ബയോഫ്യൂവൽ കോർഡിനേഷൻ കമ്മിറ്റി അനുമതി നൽകി. 2022 E10 രാജ്യത്ത് പൂർണ്ണമായും വിതരണം ചെയ്യുകയെന്ന നാഴികക്കല്ല് അത് പിന്നിട്ടു. അതും നിശ്ചയിച്ച സമയപരിധിക്ക് 5 മാസം മുൻപെയാണ് ആ നേട്ടം കൈവരിച്ചത്. 2025 എത്തിയപ്പോൾ E20 എന്ന ലക്ഷ്യം 5 വർഷം മുൻപേ രാജ്യം കൈവരിക്കുകയും ചെയ്തു. 2026 ഏപ്രിൽ 1 മുതൽ വലിയൊരു മാറ്റമുണ്ടായി. രാജ്യത്തെ എല്ലാ റീറ്റെയിൽ പെട്രോൾ പമ്പുകളിലും E20 പെട്രോൾ മാത്രം വിൽക്കണമെന്ന നിയമം പ്രാബല്യത്തിൽ വന്നു. മാത്രവുമല്ല, E85 ഇന്ധനം ഡൽഹിയിൽ ഔദ്യോഗികമായി പുറത്തിറക്കി. ഈ വർഷം ഡിസംബറോടെ ഇത് 500 പമ്പുകളിലേക്കും 2027 ഡിസംബറോടെ 5000 പമ്പുകളിലേക്കുമൊക്കെ വ്യാപിപ്പിക്കാൻ ലക്ഷ്യമിടുമ്പോഴാണ് E20യിൽ കടുത്ത ആശങ്ക പല കോണുകളിൽ നിന്നും ഇങ്ങനെ ഉയരുകയും അത് വലിയ ചർച്ചയാവുകയും ഒക്കെ ചെയ്തത്. E20യിൽ എന്തിനാണ് ഈ വിവാദമെന്ന് നോക്കിയാൽ വാഹനങ്ങളുടെ ആയുസ്സും മൈലേജും ഇത് കുറയ്ക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. അറ്റകുറ്റപ്പണികൾ വർദ്ധിക്കുന്നു എന്ന ആശങ്ക പല കോണുകളിൽ നിന്നും ഉയർന്നു. കേന്ദ്ര സർക്കാർ E20 കൊണ്ടുവന്നതിൽ വാഹന ഉടമകളിൽ 53% അസംതൃപ്തരാണെന്ന സർവേ റിപ്പോർട്ടുകൾ പുറത്തുവന്നു. ഫലപ്രദമല്ലാത്ത നടപടി എന്നതാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം. 2023 മുൻപ് പുറത്തിറങ്ങിയ വാഹനങ്ങളിൽ ഈ ഇന്ധനം ഉപയോഗിക്കുമ്പോൾ 10% മൈലേജ് കുറയുന്നുവെന്ന് ഭൂരിഭാഗം ആളുകളും ചൂണ്ടിക്കാട്ടുന്നു. എഥനോൾ കലർത്താത്ത പെട്രോൾ ആണ് നല്ലത് എന്ന അഭിപ്രായമാണ് പൊതുവെ ഉയരുന്നത്. ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല എന്നതാണ് പക്ഷേ കേന്ദ്രത്തിന്റെയും ഒരു വിഭാഗം വാഹന നിർമ്മാതാക്കളുടെയും നിലപാട്.
വാഹനങ്ങളുടെ മൈലേജ് കുറയുന്നതും എഞ്ചിൻ കേടുപാടുകൾ സംഭവിക്കുന്നതുമായ റിപ്പോർട്ടുകൾ ഇപ്പോഴും പുറത്തുവരുന്നുണ്ട്. 2023 മുതലാണ് സർക്കാർ E20യുടെ ഘട്ടത്തിലേക്ക് കടന്നത്. പഴയ കാറുകളുമായി പൊരുത്തപ്പെടുന്ന E5, E10 പോലുള്ള മറ്റ് മിശ്രിതങ്ങളും അന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ രാജ്യത്തെ ഏകദേശം 90,000 ഇന്ധന സ്റ്റേഷനുകളിൽ നിന്ന് ഈ മിശ്രിതങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും നീക്കം ചെയ്തു. ഇതാണ് പ്രശ്നം രൂക്ഷമാക്കിയത്. 2023 ഏപ്രിലിന് ശേഷം നിർമ്മിച്ച കാറുകളും ഇരുചക്ര വാഹനങ്ങളും E20ക്ക് അനുയോജ്യമാണ്. പഴയ വാഹനങ്ങൾ E20 ഇന്ധനം ഉപയോഗിച്ചാൽ എഞ്ചിൻ നോക്കിംഗ്, തുരുമ്പെടുക്കൽ, ഇന്ധനക്ഷമത കുറയൽ, റബ്ബർ ഹോസുകളും പ്ലാസ്റ്റിക് പൈപ്പുകളും കേടാകൽ തുടങ്ങിയവ സംഭവിക്കുന്നു എന്നതാണ് ഈ പരാതിക്ക് പ്രധാനമായും അടിസ്ഥാനമാകുന്നത്. അങ്ങനെയുള്ള നിരവധി റിപ്പോർട്ടുകളാണ് ഉയരുന്നത്. ഇത് ഒരു പരിധിവരെ കേന്ദ്രവും സമ്മതിക്കുന്നുണ്ട്. രാജ്യത്ത് വ്യാപകമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന 20% എഥനോൾ ചേർത്ത പെട്രോൾ വാഹനങ്ങളുടെ ഇന്ധനക്ഷമതയെ നേരിയ തോതിൽ ബാധിക്കുന്നു എന്ന് സമ്മതിച്ച് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി തന്നെ വന്നു. എന്നാൽ ഇതോടൊപ്പം ഉയർന്നുവരുന്ന എഞ്ചിൻ തകരാർ, പെർഫോമൻസ് കുറയൽ തുടങ്ങിയ മറ്റാശങ്കകളെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ ചിലർ മനഃപൂർവ്വം സൃഷ്ടിച്ചെടുക്കുന്ന വ്യാജ പ്രചരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മൈലേജ് കുറയുന്നു എന്ന ആരോപണം തള്ളി ഇത് ഈ പദ്ധതിയെ ന്യായീകരിക്കുകയാണ് കേന്ദ്ര വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും എനിക്കുമൊന്നും മൈലേജ് പരിശോധിക്കാൻ സാധിക്കില്ല. ഒരു കാറിന്റെ മൈലേജ് കമ്പനി അംഗീകരിച്ചിട്ടുള്ള ഡീലറുടെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് മാത്രമേ പരിശോധിക്കാനാകൂ എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അദ്ദേഹം പറഞ്ഞത് തെറ്റാണ് എന്നത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. നമുക്ക് നമ്മളുടെ കാറുകളിൽ അതിൽ നൽകുന്ന റീഡിംഗ് അത് കൃത്യമല്ല എങ്കിൽ പോലും അതിൽ വളരെ കുറച്ച് മാത്രമായിരിക്കും വ്യത്യാസം വരിക. 5% വ്യത്യാസം മാത്രമൊക്കെ ആയിരിക്കും വരിക. അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ ഈ ന്യായീകരണം ശരിയല്ല എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇപ്പോഴത്തെ ഈ ചർച്ചകൾ ഉയരും മുമ്പ് തന്നെ ഈ പദ്ധതിയെ ന്യായീകരിച്ച് പ്രധാനമന്ത്രി നമ്മുടെ സഭയിൽ സംസാരിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ ഉണ്ടായ യുദ്ധം ഊർജ്ജ പ്രതിസന്ധി വലുതാക്കി. ഈ ഊർജ്ജ പ്രതിസന്ധിയിൽ ഇന്ത്യയെ സഹായിച്ച നടപടികൾ വിശദീകരിക്കുന്നതിനിടയിലാണ് E20 പെട്രോളിനെ കുറിച്ച് പ്രധാനമന്ത്രി പ്രത്യേകം പരാമർശിച്ചത്. പെട്രോളിൽ 20% എഥനോൾ കലർത്തുന്നതിനാൽ ഇന്ത്യക്ക് കുറഞ്ഞ അളവിൽ മാത്രം എണ്ണ ഇറക്കുമതി ചെയ്താൽ മതി എന്ന കാര്യമാണ് അദ്ദേഹം അന്ന് ചൂണ്ടിക്കാട്ടിയത്. ഈ പദ്ധതി നടപ്പിലാക്കിയതിലൂടെ കഴിഞ്ഞ വർഷം ഏകദേശം 4.5 കോടി ബാരൽ കുറഞ്ഞ അളവിൽ എണ്ണ ഇറക്കുമതി ചെയ്താൽ മതിയായിരുന്നു എന്നതാണ് കണക്കുകൾ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി അന്ന് സഭയിൽ പറഞ്ഞത്. എണ്ണ ഇറക്കുമതിയുടെ കാര്യത്തിൽ ഇന്ത്യ വലിയ അളവിൽ ഗൾഫ് മേഖലയെ ആശ്രയിക്കുകയാണ്. ഇപ്പോഴും നമുക്കറിയാം യുദ്ധം കടുക്കുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധി. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് വളരെ ഉപകാരപ്രദമായിരുന്നു എന്ന് ഇക്കാര്യങ്ങളൊക്കെ തെളിയിക്കുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ 10-11 വർഷത്തിനുള്ളിൽ എഥനോൾ ഉൽപാദനത്തിലും മിശ്രിതത്തിലും അഭൂതപൂർവമായ പുരോഗതി കൈവരിച്ചു എന്നതാണ് പ്രധാനമന്ത്രി അന്ന് സഭയിൽ പറഞ്ഞത്. ഇതിൽ ഉയരുന്ന മറ്റൊരു വലിയ ആരോപണം ഇതിൽ അമേരിക്കയ്ക്കുള്ള പ്രത്യേക താൽപര്യങ്ങളാണ്. അതാണ് കേന്ദ്ര സർക്കാരിനെ ഇതിലേക്ക് പ്രേരിപ്പിക്കുന്നത് എന്നതാണ് ആരോപണം. ഇന്ത്യയുടെ എഥനോൾ മിശ്രണ പദ്ധതിയിൽ അമേരിക്കയ്ക്ക് സവിശേഷ താൽപര്യമുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ചർച്ചകൾ നടക്കുമ്പോൾ ഈ രംഗത്ത് നടക്കുന്ന നീക്കങ്ങൾ അതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. 2030 പെട്രോളിൽ എഥനോളിന്റെ തോത് 20% ഇന്ത്യ ആദ്യം ലക്ഷ്യമിട്ടത്. എന്നാൽ ഇത് 2025 തന്നെ നടപ്പിലാക്കാൻ പിന്നീട് തീരുമാനിക്കുകയായിരുന്നു. ഈ നീക്കത്തെ സ്വാഗതം ചെയ്തിരുന്നു അമേരിക്ക. കരിമ്പിൽ നിന്ന് ഇന്ത്യ തദ്ദേശീയമായി എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും രാജ്യത്തിന്റെ മൊത്തം ഡിമാൻഡ് നിറവേറ്റാൻ അതിന് കഴിയില്ല. എന്നാൽ ഇന്ധനത്തിൽ കലർത്താനായി എഥനോൾ ഇറക്കുമതി ചെയ്യുന്നത് നിലവിൽ ഇന്ത്യ വിലക്കിയിട്ടുണ്ട്. എന്നാൽ മറ്റ് വാണിജ്യ ആവശ്യങ്ങൾക്കായി ഇന്ത്യ ഏറ്റവും കൂടുതൽ എഥനോൾ ഇറക്കുമതി ചെയ്യുന്നത് അമേരിക്കയിൽ നിന്നുമാണ്. ഇന്ധനത്തിൽ കലർത്തുന്നതിനായുള്ള ഇറക്കുമതി കൂടി ഇന്ത്യ അനുവദിക്കണം എന്നതാണ് അമേരിക്കയുടെ ആവശ്യം. വ്യാപാര കരാർ ചർച്ചകളിൽ ഈ വിഷയം അമേരിക്ക ആവർത്തിച്ചുയർത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ഇതിപ്പോൾ എന്തായാലും വലിയൊരു വിവാദ വിഷയമായി മാറിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇതിനോടകം തന്നെ കോടതിയിൽ ഹർജികൾ എത്തിയിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി എത്തി. തന്റെ വാഹനത്തിൽ അടിക്കുന്നത് E20 ഇന്ധനമാണെന്ന് പൗരന്മാർക്ക് അറിയണം, ഏത് തരത്തിലുള്ള ഇന്ധനമാണെന്ന് അറിയണം, അത് മനസ്സിലാക്കുന്ന തരത്തിൽ രാജ്യത്തെ പെട്രോൾ പമ്പുകളിൽ അറിയിപ്പ് പ്രദർശിപ്പിക്കണം എന്നതൊക്കെയായിരുന്നു ഈ പൊതു താൽപര്യ ഹർജിയിലെ ആവശ്യം. എന്നാൽ കോടതി ഇത് തള്ളുകയായിരുന്നു. ഏത് തരം ഇന്ധനം ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കാൻ ഉപഭോക്താക്കൾക്ക് അവകാശമില്ല എന്ന സർക്കാരിന്റെ വാദം അന്ന് കോടതി അംഗീകരിക്കുകയും ചെയ്തു. 2023 മുൻപ് നിർമ്മിച്ച പഴയ വാഹനങ്ങൾക്കായി പമ്പുകളിൽ എഥനോൾ കലർത്താത്ത സാധാരണ പെട്രോൾ കൂടി വിതരണം ചെയ്യണമെന്ന
ഹർജിക്കാരന്റെ ആവശ്യവും അന്ന് കോടതി നിരസിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇതിപ്പോൾ വാഹന ഉപയോഗിക്കുന്ന ആളുകൾക്കിടയിലൊക്കെ വലിയൊരു ആശങ്കയായി ഇത് നിൽക്കുന്നുണ്ട്. E20 പെട്രോൾ വിപണിയിൽ എത്തിച്ചാലും 10% എഥനോൾ ചേർത്ത E10 പെട്രോൾ വിപണിയിൽ തുടരണമെന്ന് വാഹന നിർമ്മാതാക്കളുടെ കൂട്ടായ്മയായ സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ്, അതായത് സിയാം, കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. നമുക്ക് പക്ഷേ അത് പൂർണ്ണമായും ഒഴിവാക്കുമ്പോഴാണ് ഈ വലിയ രീതിയിലുള്ള ആശങ്ക ഇപ്പോൾ ഉയർന്നത്. രാജ്യത്തിന്റെ വിദേശ നാണ്യ ലാഭത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും ഒക്കെ E20 നല്ലതാണെങ്കിലും ജനങ്ങളുടെ ആശങ്കകൾ, അതായത് മൈലേജ് സംബന്ധിച്ചൊക്കെയുള്ള പരാതികൾ, അത് പരിഹരിക്കപ്പെടണം. സാങ്കേതിക വിദ്യ കൂടുതൽ മെച്ചപ്പെടുത്തിക്കൊണ്ട് വാഹനങ്ങൾക്ക് തകരാറില്ലെന്ന് ഉറപ്പുവരുത്തുകയും ഇന്ധനവില കുറയ്ക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമേ ഈ പദ്ധതി പൂർണ്ണമായും വിജയമാവുകയുള്ളൂ. ആശങ്കകൾ അകറ്റുക എന്നതാണ് ഇതിൽ പ്രധാനമായും കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത്. അത് അകറ്റിക്കൊണ്ട് ഒപ്പം തന്നെ അതിന് വേണ്ടുന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചുകൊണ്ട് അത് ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. അപ്പോൾ എങ്ങനെയാണ് അതിന്റെ തുടർ നടപടികൾ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇന്ന് രാത്രി കഴിഞ്ഞാൽ പുലർച്ചെ വലിയൊരു യുദ്ധം നടക്കാൻ പോവുകയാണ്. യുദ്ധം കളിക്കളത്തിലെ യുദ്ധമാണ്. ലോകകപ്പിന്റെ 2ാം സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ന്യൂയോർക്കിൽ ആരായിരിക്കും സ്പെയിനിനെ നേരിടുക എന്നതാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. 2002 ലോകകപ്പിൽ ഇതിനു മുൻപ് അർജന്റീന ഇംഗ്ലണ്ട് ഏറ്റുമുട്ടലുണ്ടായത്. അതൊരു ഗ്രൂപ്പ് ഘട്ട മത്സരമായിരുന്നു. അന്ന് ഇംഗ്ലണ്ട് 1-0 ബെക്കാമിന്റെ പെനാൽറ്റിയിൽ വിജയിച്ചു. ഫുട്ബോൾ ചരിത്രത്തിൽ എല്ലാ കാലത്തും ചർച്ച ചെയ്യപ്പെടുന്ന അധ്യായങ്ങളിൽ ഒന്നാണ് 86 ലോകകപ്പിലെ ഇരുവരും തമ്മിലുള്ള ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിലെ മറഡോണയുടെ ദൈവത്തിന്റെ കൈ. ആ ഗോൾ ഇതുവരെ ലോകകപ്പിൽ നമ്മൾ നോക്കിയാൽ 5 തവണയാണ് ഇരു ടീമുകളും ഏറ്റുമുട്ടിയിട്ടുള്ളത്. അതിൽ 3 തവണയും ഇംഗ്ലണ്ടാണ് വിജയിച്ചിട്ടുള്ളത്. 2 തവണ മാത്രമാണ് അർജന്റീനയ്ക്ക് ജയിക്കാനായത്. ഇതുവരെയുള്ള കളികളിൽ നമ്മൾ ഇപ്പോഴത്തെ ലോകകപ്പ് നോക്കിയാൽ എല്ലാ മത്സരങ്ങളും ജയിച്ചിട്ടുണ്ട് എങ്കിലും അത്രമാത്രം സ്ഥിരതയുള്ള പ്രകടനമാണോ അർജന്റീന കാഴ്ചവെച്ചത് എന്നൊരു ചോദ്യമുണ്ട്. പ്രതിരോധത്തിലെ പാളിച്ചകൾ പലപ്പോഴും അർജന്റീനയ്ക്ക് തലവേദന സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. മെസ്സിയുടെ വ്യക്തിഗത മികവിൽ മത്സരങ്ങൾ വിജയിക്കുന്നു എന്ന കാര്യം ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഇന്നത്തെ മത്സരത്തിൽ അർജന്റീനയ്ക്ക് എങ്ങനെ പെർഫോം ചെയ്യാൻ കഴിയും? ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ആദ്യ പ്ലേയിങ് 11-ൽ മധ്യനിരയിലെ നെടുന്തൂണായ ഡീപോൾ ഇല്ല എന്ന ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. അതൊരു തിരിച്ചടിയാണെന്നും അതൊരു തന്ത്രമാണ് എന്നും പറയുന്നുണ്ട്. ശരാശരിക്ക് മുകളിൽ പ്രകടനവുമായാണ് അതേസമയം ഇംഗ്ലണ്ട് സെമിയിലെത്തിയിട്ടുള്ളത്. ജൂഡ് ബെല്ലിംഗ്ഹാമും ഹാരി കെയ്നും വ്യക്തിഗത മികവിൽ പല മത്സരങ്ങളും ഇംഗ്ലണ്ടിന് സ്വന്തമാക്കി കൊടുത്തിട്ടുണ്ട്. ഏത് പ്രതിസന്ധിയിൽ നിന്നും അവരെ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന പ്രകടനം ഇംഗ്ലണ്ട് കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ ചിരവൈരികൾ ഏറ്റുമുട്ടുകയാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനിയുള്ള സമയം കടക്കുന്നത്. ആദ്യം നമുക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് അജ്മൽ ചേരുകയാണ്. അജ്മൽ, പ്ലേയിങ് 11 സംബന്ധിച്ചുള്ള വിവരങ്ങൾ വരുമ്പോൾ ഡീപോൾ ഇല്ല എന്നതാണ് അർജന്റീനൻ നിരയിൽ നിന്നുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഡീപോൾ ഔട്ട് ഓഫ് ഫോം ആയിരുന്നു. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ അദ്ദേഹത്തിന് എന്തിനിറക്കുന്നു എന്ന ചോദ്യം ഉണ്ടായിരുന്നു. ഇതൊരു തന്ത്രമാണോ അതോ തിരിച്ചടിയാണോ? എങ്ങനെയാണ് കാണേണ്ടത്? അതേ രേണു, ഈ ലോകകപ്പിൽ നമ്മൾ ഡീപോളിന്റെ പ്രകടനം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഡീപോൾ ഒരു തണുത്ത പ്രകടനം മാത്രമാണ് കാഴ്ചവെക്കാൻ സാധിച്ചത്. കഴിഞ്ഞ വേൾഡ് കപ്പിലെ പോലെ തന്നെ ഒരു മിന്നും പ്രകടനം ഡീപോളിന് ഈ വേൾഡ് കപ്പിൽ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് സ്കലോണി എന്ന് പറഞ്ഞാൽ സർപ്രൈസുകളുടെ കോച്ചാണ്. ഒരിക്കലും നമുക്ക് അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ മുൻകൂട്ടി പറയാനോ അല്ലെങ്കിൽ മുൻകൂട്ടി പ്രവചിക്കാനോ കഴിയത്തില്ല. അതിനാൽ തന്നെ ഡീപോളിനെ ആദ്യത്തെ പ്ലേയിങ്ങിൽ നിന്ന് മാറ്റിയത് തന്ത്രമാണോ അതോ മാറ്റി നിർത്തലാണോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇനി ഇൻ കേസ് ഡീപോളിന് പകരം അവിടെ ഇറങ്ങാൻ ആൾക്കാരുണ്ട്. നിക്കോളാസ് ഗോൺസാലസ് ഉണ്ട്, ലോസെൽസി ഉണ്ട്. ലോസെൽസിയുടെ പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ജോർദാനെതിരെ ഒരു മിന്നും പ്രകടനം, മഴവിൽ ശൈലിയിൽ ഒരു ഫ്രീക്ക് കളിച്ചൊരു താരം കൂടിയാണ് ലോസെൽസോ. അതുകൊണ്ട് തന്നെ ഡീപോൾ ഇറങ്ങുവാണെങ്കിൽ ഡീപോളിന് പകരക്കാരനായിട്ട് സ്കോളിൽ ഇറക്കാൻ ആൾക്കാരുണ്ട്. എന്നാലും സ്കലോണി ഡീപോളിനെ മാറ്റി നിർത്തുവാണെങ്കിൽ ഒരു പക്ഷേ അത് തന്ത്രമാവാനാണ് സാധ്യത എന്ന് തോന്നുന്നു. കാരണം ഡീപോളിനെ ഫസ്റ്റ് ഹാഫിൽ മാറ്റി സെക്കൻഡ് ഹാഫിൽ ഇറക്കുമ്പോൾ കുറച്ചും കൂടി കളിയുടെ വേഗതയും കുറച്ചും കൂടി കളിയുടെ ആ ഒരു ഒഴുക്കും മാറാൻ സാധ്യതയുണ്ട്. എന്തായാലും
ഇംഗ്ലണ്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതുവരെ ശരാശരിക്ക് മുകളിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെച്ച് മാത്രമാണ് ഇംഗ്ലണ്ടിന് വരാൻ പറ്റിയത്. ഇംഗ്ലണ്ടിൻ്റെ സ്കോഡ് നോക്കുകയാണെങ്കിൽ വ്യക്തിപരമായ രീതിയിൽ എല്ലാ കളിക്കാരും നല്ല രീതിയിൽ തന്നെ കളിക്കുന്നവരാണ്. പക്ഷേ ഒരിക്കലും അവർക്ക് അവരുടെ വ്യക്തിഗത പെർഫോമൻസിനുപരി നല്ലൊരു കളി ഇതുവരെ പുറത്തെടുക്കാൻ പറ്റിയിട്ടില്ല ഇംഗ്ലണ്ടിന്. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിൻ്റെ സെൻറ്റർ ബാക്ക് കുറച്ചും കൂടി വീക്കാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ അർജൻറ്റീനയ്ക്ക് ഒരു പ്രകടനം ഡിഫൻസിനെ മറികടക്കാൻ പറ്റുന്ന പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഡീപോളിനെ സെക്കൻഡ് ഹാഫിൽ തന്നെ ഇറക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഞാൻ അജ്മലിലേക്ക് എത്താം. ഇപ്പോൾ നമുക്കൊപ്പം സ്പോർട്സ് നിരൂപകനായിട്ടുള്ള ജോസഫ് ജോർജ് കൂടി ചേരുകയാണ്. ശ്രീ ജോസഫ് ജോർജ്, സ്വാഗതം. ചിരവൈരികളുടെ പോരിനായി ആരാധകർ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ആരാണ് ഫൈനലിലേക്ക് കടക്കാൻ പോകുന്നത് എന്നതിനപ്പുറം വളരെ പല കാര്യങ്ങൾ കൊണ്ടും പ്രധാനമാണ് ഈ മത്സരത്തിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. താങ്കളുടെ പ്രതീക്ഷകൾ എങ്ങനെയാണ്? ഇപ്പോൾ ഡീപോൾ ഇല്ലാണ്ടാണ് അർജന്റീന ഇറങ്ങുന്നതെന്ന് പറയുന്നു. മറ്റൊന്ന് എവേ യൂണിഫോമാണ് ധരിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അർജന്റീനയുടെ ഭാഗത്തു നിന്ന് നീക്കമായിട്ടുണ്ട്. അത് തന്ത്രമാണെന്നും മറ്റുമൊക്കെ പറയപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത് ഈ പോരാട്ടത്തെ? വളരെ സംഭവബഹുലമായ ഒരു പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം കാലാകാലങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതും അർജന്റീന ഇംഗ്ലണ്ട് ഒരു പോരാട്ടം തന്നെയാണ് എല്ലാ തരത്തിലും. കുറച്ചു മുമ്പ് യുദ്ധത്തിന്റെ വാർത്ത പറഞ്ഞതുപോലെ ഇത് കളിക്കളത്തിലെ ഒരു യുദ്ധമാണ്. അത് പണ്ട് 1966 ഇംഗ്ലണ്ട് ജയിച്ചപ്പോൾ അന്ന് ക്വാർട്ടറിൽ അർജന്റീനയെ പരാജയപ്പെടുത്തിയത് വളരെ വിവാദമായിരുന്നു. ഓഫ് സൈഡ് ഗോളും അതിനുശേഷമുള്ള അപ്പീലും റെഡ് കാർഡും ഉണ്ടായിരുന്നു. 1986 അർജന്റീന ലോകകപ്പ് ജയിച്ചപ്പോഴും അതുപോലെ തന്നെ മറഡോണയുടെ ഹാൻഡ് ഓഫ് ഗോൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു അത്യുഗ്രൻ ഗോളും ഉണ്ടായിരുന്നു. അന്നും ഒത്തിരി വിവാദങ്ങൾ. അതിനുശേഷം 98 2002 ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോഴും വിവാദങ്ങൾ, റെഡ് കാർഡ്, പെനാൽറ്റി എല്ലാം. അപ്പോൾ സംഭവബഹുലമായ ഒരു പോരാട്ടം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ആ ഒരു ചെറിയ ദ്വീപിനെ പറ്റിയുള്ള യുദ്ധവും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് ആ സമയത്ത് ഇത് ഒത്തിരി വീറും വാശിയുമുള്ള പോരാട്ടമായതും ഒരു കളിക്കളത്തിലുപരി രാഷ്ട്രീയപരമായിട്ടുള്ള ഒത്തിരി ഇടപെടലുള്ള പോരാട്ടമായി മാറിയതും. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്നും ഇത് കളിക്കളത്തിനകത്തും പുറത്തും ഒരുപോലെ വീറും വാശിയുമുള്ള ഒരു പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നമ്മൾ ഫുട്ബോളിലേക്ക് മാത്രം വരികയാണെങ്കിൽ അതിൽ നോക്കുകയാണെങ്കിൽ രണ്ട് ടീമുകളും നല്ല അത്യുഗ്രൻ തിരിച്ചുവരവ് നടത്തിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒത്തിരി സമാനതകളുണ്ട്. അർജന്റീനയ്ക്ക് താരതമ്യേന എളുപ്പമുള്ള എതിരാളികളായിരുന്നു ഓരോ ഘട്ടത്തിലും എന്ന് തോന്നുമെങ്കിലും അവരും എല്ലാ മത്സരവും ബുദ്ധിമുട്ടിയാണ് ജയിച്ചത്. ഇന്നലെ നമ്മൾ കണ്ടു സ്പെയിൻ ഫ്രാൻസിനെ പരാജയപ്പെടുത്തുന്നത്. എല്ലാവരും പ്രതീക്ഷിച്ചത് ഫ്രാൻസ് ജയിക്കുമെന്ന് തന്നെയാണ്. പക്ഷെ നമ്മൾ അപ്പോഴും നമ്മൾ പ്രൊഡിക്ഷനിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയിൻ പൊസഷൻ വിട്ടു നൽകില്ല, അവർ പന്ത് നിയന്ത്രിക്കുന്നിടത്തോളം കാലം അവർക്ക് ജയിക്കാൻ ഒരു ചെറിയ സാധ്യതയുണ്ടെന്നാണ്. പക്ഷെ ആ ചെറിയ സാധ്യത ഒരു വലിയ സാധ്യതയായി മാറ്റി അവർ വിജയിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് അതുപോലെ ഒരു തന്ത്രമാണോ, നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഡീപോൾ ഇല്ല എന്നുള്ളത് തന്ത്രമാണോ അല്ലയോ എന്നുള്ളത് കാത്തിരിക്കാം. ഉർവശിശാവും ഉപകാരപ്രദമായേക്കാം. കാരണം ഔട്ട് ഓഫ് ഫോമിലുള്ള ഒരു പ്ലെയർ ആണ് ഇല്ലാത്തത്. പകരം നല്ലൊരു ഫോമിലുള്ള ഒരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടാവാനുള്ള നല്ല സാധ്യത കാണുന്നുമുണ്ട്. അന്റോണിയോ റാറ്റിന്റെ ആദര സൂചകമായിട്ട് കറുത്ത ബാൻഡ് അടിച്ച് ഇറങ്ങുന്ന അർജന്റീനയെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. അപ്പോൾ ഒരുപാട് കണക്കുകൾ അവരെ സംബന്ധിച്ച് തീർക്കാനുണ്ട്. മെസ്സി ആദ്യമായി ഇംഗ്ലണ്ടിനെ നേരിടുന്നു എന്നതുണ്ട്. അപ്പോൾ ആ പെർഫോമൻസ് എങ്ങനെയാണ് എന്നെല്ലാം ഉറ്റുനോക്കുന്നുണ്ട്. പക്ഷേ കണക്കുകൾ അല്പം മുൻതൂക്കം നൽകുന്നത് ഇംഗ്ലണ്ടിന് തന്നെയാണ്. 5 വേൾഡ് കപ്പ് പോരാട്ടങ്ങൾ നടന്നിട്ടുള്ളതിൽ 3 ജയിച്ചിരിക്കുന്നത് ഇംഗ്ലണ്ടാണ്. പക്ഷേ ഈ വേൾഡ് കപ്പിന്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ആർക്കാണ് മുൻതൂക്കം? ഈ ലോകകപ്പിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും ഇംഗ്ലണ്ടിന് തന്നെയാണ് നേരിയ മുൻതൂക്കം. അർജന്റീനയാണ് കൂടുതൽ ഗോൾ അടിച്ചേക്കുന്നത്. 17 ഗോൾ അവർ അടിച്ചിട്ടുണ്ട്. എന്നാൽ അതിലൊരു മേജർ ഡിപ്പെൻഡൻസി ലിയോണൽ മെസ്സിയിലുണ്ട്. മെസ്സിയാണ് അതിൽ 8 ഗോളും അടിച്ചേക്കുന്നത്. 7 വ്യത്യസ്ത താരങ്ങൾ ഗോൾ അടിച്ചിട്ടുണ്ട്. എല്ലാവരും അതിൽ ലൗട്ടാരോ മാർട്ടിനസും ഹൂലിയൻ അൽവാരസും 2 പേരും ഗോൾ അടിച്ചു എന്നുള്ളത് കഴിഞ്ഞ മത്സരത്തിൽ അവർക്കൊരു അല്പം ആത്മവിശ്വാസം നൽകും. എന്നാൽ മറുവശത്ത് ഇംഗ്ലണ്ടിന് സ്ഥിരമായി ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നായകൻ ഹാരി കെയ്നും ജൂഡ് ബെല്ലിംഗ്ഹാമും. ഇവർ 2 പേരും 6 ഗോളോടെ മികച്ച ഫോമിലാണ് കളിക്കുന്നത്. 2 പേരും ടീമിന് ആവശ്യമുള്ളപ്പോൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യും. ഒരു യൂണിറ്റ് ആയിട്ട് ഇംഗ്ലണ്ട് കളിക്കുന്നുണ്ട്. പക്ഷെ ഇവരല്ലാതെ മാർക്കസ് റാഷ്ഫോർഡ് മാത്രമേ ഗോൾ അടിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു പരിമിതിയും കൂടിയുണ്ട്. അപ്പോൾ പക്ഷെ മൊത്തത്തിലുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ക്രൊയേഷ്യയെ തോൽപ്പിച്ചു, മെക്സിക്കോയെ തോൽപ്പിച്ചു, നോർവേയെ തോൽപ്പിച്ചു. അത്യാവശ്യം കടുപ്പമുള്ള ടീമുകളെ പരാജയപ്പെടുത്തി വരുന്ന ഇംഗ്ലണ്ടിനാണ് ഒരു ചെറിയ മേധാവിത്വം ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ അർജന്റീനയും ലിയോണൽ മെസ്സിയും ഒരിക്കലും എഴുതി തള്ളാൻ കഴിയില്ല. മെസ്സിയുടെ മാജിക് ഏത് നിമിഷവും കളി മാറ്റിമറിക്കാം. പ്രത്യേകിച്ചും ബിഗ് മാച്ചസിൽ, ബിഗ് ഒക്കേഷനിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്ന ഒരു എബിലിറ്റി ഉള്ള ഒരു ഇതിഹാസ താരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെസ്സി ഇന്നൊരു വ്യത്യാസം വരുത്താൻ വളരെ സാധ്യതയുണ്ട്. ഇതിൽ
വലിയ ചിരവൈരികളുടെ മത്സരം എന്ന് പറഞ്ഞ് മാധ്യമങ്ങളും ആരാധകരും ഒക്കെ വലിയ ഏറ്റുമുട്ടലുകൾ നടത്തുന്നുണ്ട്. പക്ഷേ സ്കലോണി പറഞ്ഞത് ഞങ്ങൾ ഫുട്ബോൾ കളിക്കാനാണ് വന്നിട്ടുള്ളതെന്നാണ്. വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് മറഡോണ പറഞ്ഞ സമാനമായിട്ടുള്ള വാക്കുകളാണ് സ്കലോണിയും കടമെടുത്ത് സംസാരിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കുമോ കളിക്കളത്തിൽ? അതോ അതിനും അപ്പുറം എന്ത് വന്നാലും ജയിച്ചേ തീരുകയുള്ളൂ എന്ന ഒരു നില അർജന്റീനയെ സംബന്ധിച്ച് ഈ മത്സരത്തിൽ പ്രത്യേകമായുണ്ടോ? അങ്ങനെ ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം അർജന്റീനയ്ക്ക് കണക്കുകൾ വീട്ടാനുള്ള ഒരു മേഖല കൂടിയാണ്, ഒരു മാർഗം കൂടിയാണ്. അവരൊരിക്കലും വിട്ടുകൊടുക്കില്ല. 2002 മൗറിസിയോ പൊച്ചറ്റിനോയുടെ ഫൗളിലാണ് പെനാൽറ്റി വിധിച്ചതും അതിനുശേഷം ഡേവിഡ് ബെക്കാമിന്റെ ഒരു റിഡംഷൻ ഒക്കെ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് 2 പതിറ്റാണ്ട് കഴിഞ്ഞു, അതൊക്കെ ശരി തന്നെ. പക്ഷേ ഫുട്ബോളിലെ ബാൻഡർ എന്ന് പറയുന്ന ഒന്ന് വേറെ തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ആരാധകരെ ഒന്ന് ശാന്തരാക്കാൻ വേണ്ടി കൂടിയാണ് അത് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയേക്കുന്നത്. പക്ഷെ അതിന്റെയൊക്കെ അപ്പുറം ഇരു ആരാധകരും പൂർണ്ണ പിന്തുണ നൽകും. അപ്പോൾ കളിക്കളത്തിൽ ഒട്ടും ശാന്തമാവില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഒരു ഫിസിക്കൽ ഗെയിമിലേക്ക് പോയാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. പിന്നെ കുറച്ചുകൂടെ ടൈം എടുത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ടീമുകളാണ് രണ്ടും. അത് അർജന്റീന ആയിക്കോട്ടെ ഇംഗ്ലണ്ടും ആയിക്കോട്ടെ. അങ്ങനെ പെട്ടെന്ന് നമുക്കൊരു ട്രാൻസിഷൻ പ്രതീക്ഷിക്കേണ്ട കളിക്കളത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബിൽഡപ്പിന്റെ സമയത്ത് ഫൗളുകൾ കൂടാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അവസാന 10 മിനിറ്റിൽ നിന്ന് മത്സരം തിരികെ കൊണ്ടുവന്നു ഈ വേൾഡ് കപ്പിൽ അർജന്റീന. അതുൾപ്പെടെ നമ്മൾ കാണുകയാണ്. ഇന്നലെ ഫ്രാൻസിന് കഴിയാതെ പോയതും അതാണ്. അവസാനം നഷ്ടപ്പെടുത്തുന്ന ഫ്രാൻസിനെയാണ് നമ്മൾ കണ്ടത്. ആ ആത്മവിശ്വാസമൊക്കെ വലിയ കരുത്താകുമെന്ന് കരുതുന്നുണ്ടോ? ഒന്നുകൂടി ഈ മെസ്സി എന്ന ഇതിഹാസ താരം, ഒന്നും പ്രൂവ് ചെയ്യാനില്ലാത്ത ഇതിഹാസ താരമാണ്. പക്ഷേ ഈ മത്സരത്തിൽ കാലിടറിയാൽ അതൊരു വലിയ വിഷമമായി മാറുമോ? അതിനുള്ള ഒരു സാധ്യത നമുക്ക് മുൻകൂട്ടി കണ്ടേ മതിയാവൂ. ഈ ലോകകപ്പിൽ നമ്മൾ കണ്ടു, ഇതിഹാസ താരങ്ങൾ കിരീടമൊന്നും ഇല്ലാതെ വിടവാങ്ങേണ്ടി വന്നൊരു സാഹചര്യം കണ്ടിട്ടുണ്ട്. ലിയോണൽ മെസ്സി എല്ലാ കിരീടങ്ങളും നേടിയിട്ടുണ്ട്. പക്ഷെ ഇതുവരെ അദ്ദേഹത്തിന് ഒരു ഗോൾഡൻ ബൂട്ട് ലോകകപ്പിൽ നേടാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു കണക്ക് പരിഹരിക്കാനും കൂടിയുള്ള ഒരു അവസരമാണ്. ഇപ്പോൾ ഒരു അസിസ്റ്റിന് മാത്രമാണ് കിലിയൻ എംബാപ്പയുടെ പിന്നിൽ. ഇപ്പോൾ 2 പേരും 8 ഗോളിൽ നിൽക്കുന്നു. അപ്പോൾ ആ ഒരു മേഖലയും കൂടെ ഗോൾ അടിക്കുകയാണെങ്കിൽ അതും കൂടെ ഉറപ്പിക്കാം. പക്ഷേ മറുവശത്ത് 2 പേരുണ്ട് കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട്. ഹാരി കെയ്നും ജൂഡ് ബെല്ലിങ്ങാമും ഉണ്ട്. ആരെങ്കിലും ഒരു ഹാട്രിക് അടിച്ചാൽ അവരുടെ പരിധിയിൽ പോകും. ഫൈനലിലേക്ക് പോവാണ്, ഒരു കളി കൂടെ എക്സ്ട്രാ കിട്ടും. 3rd പ്ലേസ് മാച്ചിൽ പൊതുവെ ഇതിഹാസ താരങ്ങൾ ഇറങ്ങാനുള്ള ഒരു സാധ്യതയില്ല. സ്ക്വാഡ് റൊട്ടേഷൻ ഒക്കെയാണ് സാധ്യത. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇൻഡിവിജ്വൽ ഗ്ലോറി അതൊരു വസ്തു, പക്ഷെ ടീം ഗ്ലോറി ആണല്ലോ പ്രധാനം. അപ്പോൾ അതെന്തായാലും അത് മുൻനിർത്തിക്കൊണ്ട് തന്നെ മെസ്സിയും സംഘവും, മെസ്സിക്ക് വേണ്ടി അർജന്റീന കളിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് എപ്പോഴും കിട്ടുന്നുണ്ട്. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ അവസാനത്തെ ഒരു 10-15 മിനിറ്റ് ഒരു വളരെ അധികം ആർജവത്തോടെ ഊർജ്ജത്തോടെ കളിക്കുന്ന അർജന്റീനയാണ് പലപ്പോഴും കണ്ടത്. അത് തന്നെ ഇംഗ്ലണ്ടിന്റെ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ട് പുറകിൽ പോയ മത്സരങ്ങളാണ് നമ്മൾ നോക്കൌട്ടിലെ 3 മാച്ചിലും കണ്ടത്. ആ 3 മാച്ചിലും അവരും മികച്ച കംബാക്കാണ് നടത്തി. അവർ അവസാന 10 മിനിറ്റ് നേരത്തേക്ക് വെക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കോങ്കോക്കെതിരെ മാത്രമേ 75 മിനിറ്റ് കഴിഞ്ഞ് അടിക്കേണ്ടി വന്നിട്ടുള്ളൂ. മെക്സിക്കോ ആണെങ്കിലും നോർവേ ആണെങ്കിലും മെക്സിക്കോ ഇന്നലെ 2-0 ലീഡ് എടുത്തിട്ടാണ്. പക്ഷെ തിരിച്ചടി കിട്ടിയാൽ അതിന് ഭംഗിയായിട്ട് തന്നെ അടിക്കാൻ അറിയാം, അടിക്ക് തിരിച്ചടി നൽകാൻ അറിയാം ഇംഗ്ലണ്ടിന് എന്നുള്ളത് വ്യക്തമാണ്. ഫ്രാൻസിനെ സംബന്ധിച്ച് അവർക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ടൂർണമെന്റിൽ ഇതുവരെ അവർ ഒരിക്കലും ചേസ് ചെയ്യേണ്ട വന്നിട്ടില്ലായിരുന്നു. ഒരിക്കലും പുറകിൽ പോയി അവർക്ക് തിരിച്ചു പിടിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. പക്ഷെ ഈ 2 ടീമുകളും അങ്ങനെയുള്ള സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടാണ് ഈ സെമിഫൈനൽ വരെ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതി തള്ളാൻ പറ്റില്ല. തീർച്ചയായും എന്തായാലും ശക്തരായ 2 ടീമുകൾ ഏറ്റുമുട്ടുകയാണ്. വളരെ നന്ദി ഞങ്ങളോടൊപ്പം ഈ അവസരത്തിൽ സഹകരിച്ചതിന്. എന്തായാലും നമുക്ക് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഓരോ ആരാധകരും നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ് എന്ത് സംഭവിക്കും എന്നറിയാൻ. മറ്റു ചില വാർത്തകൾ വളരെ വേഗത്തിൽ നോക്കാം. സോളാർ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ടെന്നി ജോപ്പനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ ഹൈക്കോടതി അനുമതി നൽകി. മലയാളിൽ ശ്രീധരൻ നായർ നൽകിയ കേസിൽ നിന്നാണ് ടെന്നി ജോപ്പനെ ഒഴിവാക്കിയത്. കേസിൽ 3ാം പ്രതിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ PA ആയിരുന്ന ടെന്നി ജോപ്പൻ. സരിതാ നായർക്ക് പണം കൊടുക്കാൻ ജോപ്പൻ സമ്മർദ്ദം ചെലുത്തിയെന്ന മലയാളിൽ ശ്രീധരൻ നായരുടെ മൊഴി പ്രകാരമാണ് ടെന്നി ജോപ്പനെ പ്രതി ചേർത്തത്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ഏക അറസ്റ്റായിരുന്നു ടെന്നി ജോപ്പന്റേത്. ഹൈക്കോടതി വിധിയിൽ നന്ദി അറിയിക്കുന്നു. ക്രൂശിച്ചവർക്കും നന്ദി എന്ന് ടെന്നി ജോപ്പൻ. കേരളത്തെ നടുക്കിയ പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ വിധി എന്നത് നാളെ അറിയാം. ശിക്ഷാവിധിയിലുള്ള വാദപ്രതിവാദങ്ങൾ ഇന്ന് പൂർത്തിയായി. പ്രതിയായി ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷയായി വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. കേസിൽ നിയമസഹായ സമിതിയുടെ മിറ്റിഗേഷൻ റിപ്പോർട്ട് നാളെ കോടതിയിൽ ഹാജരാക്കും. ഇതുകൂടി പരിഗണിച്ച ശേഷമാകും കോടതി അന്തിമ തീരുമാനമെടുക്കുക.
ലീഡർ നിയമന വിവാദത്തിൽ ലോയേഴ്സ് കോൺഗ്രസ് ആരോപണം തള്ളി മുഖ്യമന്ത്രി. തന്നോട് ആരും പരാതി പറഞ്ഞിട്ടില്ല. ആരോപണ വിധേയരായ 2 പേരും ലോയേഴ്സ് കോൺഗ്രസ് പട്ടികയിലുള്ളവർ. അവരുടെ മറ്റു പശ്ചാത്തലവും പരിശോധിച്ചിട്ടാണ് നിയമനം നൽകിയത്. ലീഡർ നിയമനത്തിൽ ലോ കോളേജ് യൂണിറ്റ് കമ്മിറ്റിക്ക് എന്ത് കാര്യമെന്നും വി.ഡി. സതീശൻ. ഹിന്ദു ഐക്യവേദി നേതാക്കളെ കണ്ടതിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി. ഹിന്ദു ഐക്യവേദി നേതാക്കൾ സമയം ആവശ്യപ്പെട്ടതുകൊണ്ടാണ് സമയം നൽകിയത്. അവരെ കാണില്ലെന്ന് പറയാൻ കഴിയുമോ? പിണറായി വിജയൻ ചെയ്തതുപോലെ RSS നേതാക്കളെ വേറെ കാറിൽ പോയി ഒളിച്ചല്ല താൻ കണ്ടത്. അതാണ് മുഹമ്മദ് റിയാസിനുള്ള തന്റെ മറുപടി. താൻ കോൺഗ്രസിന്റെയും UDFന്റെയും മാത്രം മുഖ്യമന്ത്രിയല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണെന്നും സതീശൻ. മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി മുഹമ്മദ് റിയാസ് രംഗത്ത്. RSSന് മുൻപിൽ കുമ്പിട്ട് നിന്ന പാരമ്പര്യം പിണറായിക്കല്ല, സതീശനാണ് എന്ന് റിയാസ്. ഉന്നയിക്കുന്ന വിഷയങ്ങൾക്കല്ല മുഖ്യമന്ത്രി മറുപടി പറയുന്നത്. സംഘപരിവാറുകാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിരങ്ങുകയാണെന്നും റിയാസ്. അപ്പോൾ നേരം വൈകുന്നേരത്തിന്റെ ഇന്നത്തെ സമയം പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.